ഹൃദ്യമായ സാഹോദര്യ അഭിവാദ്യങ്ങൾ നേരുകയാണ്. വംശീയ ജനാധിപത്യത്തിനെതിരെ സാമൂഹിക നീതിയുടെ കാവലാളാവുക എന്ന തലക്കെട്ടിൽ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അംബേദ്കർ ജയന്തി സാഹോദര്യ സംഗമത്തിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് സംസ്ഥാനത്ത് ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ഭീംറാവു അംബേദ്കറിൻ്റെ ജയന്തിയുമായി ബന്ധപ്പെട്ട് അനുസ്മരണ സംഗമങ്ങളും ഇത്തരത്തിലുള്ള സാഹോദര്യ സംഗമങ്ങളും ഡോക്യുമെൻ്ററി പ്രദർശനങ്ങളും അത് ജില്ലാ തലങ്ങളിലും മണ്ഡലം തലങ്ങളിലും ക്യാമ്പസ് തലങ്ങളിലും വലിയ അർത്ഥത്തിൽ ഡോക്ടർ അംബേദ്കർ ജയന്തി അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഞാൻ മുന്നോട്ട് വെക്കുന്ന ആദർശങ്ങൾക്കും ആശയങ്ങൾക്കും അതിൻ്റെ ഒരു ഐക്കണായിട്ടാണ് അംബേദ്കറിനെ നമ്മൾ അനുസ്മരിക്കുന്നത്. നമുക്കറിയാം, ഡോക്ടർ ഭീംറാവു അംബേദ്കർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയവും സമകാലിക ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യവും എല്ലാം എടുത്തു നോക്കുമ്പോൾ അദ്ദേഹം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് മുന്നേയുള്ള ഇന്ത്യയിലും അനുഭവിച്ചിട്ടുള്ള ജാതീയപരമായിട്ടുള്ള വിവേചനവും മതപരമായിട്ടുള്ള വിവേചനങ്ങളും ജാതീയപരമായിട്ടുള്ള വിവേചനങ്ങളിൽ സാമൂഹിക നീതിക്ക് വേണ്ടി ശബ്ദിക്കുകയും സാമൂഹികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഇവിടുത്തെ ദളിത് ആദിവാസി സമൂഹങ്ങൾക്ക് വേണ്ടി വലിയ അർത്ഥത്തിൽ ശബ്ദിക്കുകയും അവർക്ക് വേണ്ട അവകാശങ്ങൾ ഇവിടുത്തെ ഭരണഘടനയിൽ ഉറപ്പുവരുത്തുകയും ചെയ്ത ഒരു മഹാത്മാവാണ് ഡോക്ടർ BR അംബേദ്കർ. തീർച്ചയായിട്ടും രാഷ്ട്രീയ നിർമ്മിതിയിൽ സാമൂഹിക നീതി ഉറപ്പുവരുത്തിക്കൊണ്ടാണ് അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ജീവിത ഉടനീളം പ്രവർത്തിച്ചിട്ടുള്ളത്. ജനനം മുതൽ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള വലിയ അർത്ഥത്തിലുള്ള ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഇപ്പോഴും നിലനിൽക്കുന്ന ജാതിപരമായിട്ടുള്ള വിവേചനവും മതപരമായിട്ടുള്ള വിവേചനവും വർണ്ണപരമായിട്ടുള്ള വിവേചനങ്ങളും ഇതിനെതിരെ കൃത്യമായി പ്രതിരോധിച്ച, ശബ്ദിച്ച, എഴുന്നേറ്റ് നിന്ന, പോരാട്ടങ്ങൾ നയിച്ച ദളിത് സമൂഹത്തെയും ആദിവാസി സമൂഹത്തെയെല്ലാം ഉയർത്തിയ, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ കൂട്ടായ്മയെ രൂപപ്പെടുത്തിയ വലിയൊരു മുന്നേറ്റങ്ങൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയാണ് BR അംബേദ്കർ എന്ന് പറയുന്നത്. സവർണ താൽപ്പര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ മിക്ക വ്യക്തികളും സവർണ താൽപ്പര്യത്തിൽ മുന്നോട്ട് പോയപ്പോൾ കൃത്യമായി തങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവരുടെ സാമൂഹ്യ നീതിപരമായിട്ടുള്ള അവകാശങ്ങൾ
സാമൂഹിക ജനാധിപത്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവർക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പങ്കുണ്ട് എന്നുള്ളതും അവരുടെ സംവരണങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയും നമ്മുടെ മഹത്തായ ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കുന്നതിൽ ഇത്തരം സാമൂഹികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ അദ്ദേഹം എടുത്ത മുന്നേറ്റങ്ങളും അദ്ദേഹം എടുത്ത പ്രയത്നങ്ങളും നമുക്ക് അനുസ്മരിക്കേണ്ട ഒരു കാലഘട്ടം കൂടെയാണ് ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ സമാനമായിക്കൊണ്ട് ഇവിടുത്തെ സംഘ് പരിവാറിൻ്റെ നരേന്ദ്രമോദിയുടെ സർക്കാർ ഇവിടെ രാജ്യത്തെ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും ജനങ്ങളെ വേർതിരിക്കുന്ന രൂപത്തിൽ ഇവിടുത്തെ സാമൂഹ്യപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പ്രബല ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളുടെയും ദളിത് സമൂഹത്തിൻ്റെയും ആദിവാസികളുടെയും അവർക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങളെല്ലാം അട്ടിമറിക്കുന്ന രൂപത്തിൽ, അതിൽ കള്ളം ചേർക്കുന്ന രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കലുഷിത സാഹചര്യത്തിൽ, അതുപോലെ തന്നെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിളമ്പുന്ന ഇവിടുത്തെ സംഘ് പരിവാർ ഗവൺമെന്റിനെതിരെ ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ സാമൂഹിക നീതിയിൽ അടിസ്ഥാനമായും സാമൂഹിക ജനാധിപത്യത്തിൽ അടിസ്ഥാനമായും സാമൂഹികപരമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ഇവിടെ ശബ്ദിച്ച വ്യക്തികളിൽ ഒരാളായിട്ടുള്ള BR അംബേദ്കറിനെയും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയും എല്ലാം അനുസ്മരിക്കുകയും ഈ കാലഘട്ടത്തിൽ ഇത്രയും പ്രസക്തമായിട്ടുള്ള ഈ രാഷ്ട്രീയം ഇവിടെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഈ രാഷ്ട്രീയ നിർമ്മിതിയിൽ സാമൂഹികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി ഇവിടെ പോരാട്ടങ്ങൾ നയിച്ച നമുക്കറിയാം അയ്യങ്കാളിയെയും അതുപോലെ തന്നെ വാര്യംകുന്നത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജിയെയും ആലി മുസ്ലിയാറിനെയും ശ്രീനാരായണ ഗുരുവിനെയും പോലെയുള്ള മഹാത്മാക്കളുടെ ഇത്തരത്തിൽ അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളും അവർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയങ്ങളും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഇത്തരത്തിലുള്ള മഹാത്മാക്കളുടെ അനുസ്മരണങ്ങളും അവരുടെ രാഷ്ട്രീയവും ഇങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും അതിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയെന്നും ഉറക്കെ ഞങ്ങൾ ഈ ഒരു പരിപാടിയിലൂടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കൂടുതൽ എൻ്റെ സംസാരം നീട്ടുന്നില്ല. ഈ അംബേദ്കർ ജയന്തി സാഹോദര്യ സംഗമത്തിൽ ഔപചാരികമായി സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിച്ച കർത്തവ്യം. ഈ സാഹോദര്യ സംഗമത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട VTS ഉമർ തങ്ങളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം കർത്തവ്യം നിർവഹിക്കുന്നത് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായിട്ടുള്ള സാമൂഹിക പ്രവർത്തകയായിട്ടുള്ള ഷമീമ സക്കീറാണ്. അദ്ദേഹത്തെയും അവരുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തുന്നത് എഡിറ്റർ ദി റൂട്ട്സ് മീഡിയ, അതുപോലെ തന്നെ അംബേദ്കറിസ്റ്റും സാമൂഹിക പ്രവർത്തകനുമായിട്ടുള്ള പ്രിയപ്പെട്ട ബഹുമാന്യനായ K. സന്തോഷ് കുമാർ സാറാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി മംഗലം, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി തവനൂർ മണ്ഡലം പ്രസിഡന്റ് ഷാജാൻ നെല്ലാപ്പാട്ട്, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ എടപ്പാൾ പഞ്ചായത്ത് പ്രസിഡന്റ് കമറുദ്ദീൻ എടപ്പാൾ, അതുപോലെ SDC
അംഗമായിട്ടുള്ള ഫ്രട്ടേണിറ്റിയുടെ STC അംഗമായിട്ടുള്ള ഹിലാൽ നൌഷാദ്, പൊന്നാനി ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ പൊന്നാനി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉദാ UM, അതുപോലെ ഈ പരിപാടിയുടെ കൺവീനറായിട്ടുള്ള ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷിബിലി മസർ, ഇവരെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, രക്ഷിതാക്കൾ, പ്രിയ നാട്ടുകാർ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷത ഭാഷണം നടത്തുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് VTS ഉമർ തങ്ങളെ സാദരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഫ്രട്ടേണിറ്റി. വംശീയ ജനാധിപത്യത്തിനെതിരെ സാമൂഹിക നീതിയുടെ കാവലാളാവുക എന്നുള്ള പ്രമേയത്തിൽ സംസ്ഥാനത്തുടനീളം ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അംബേദ്കർ ജയന്തി വാരാചരണത്തിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള സാഹോദര്യ സംഗമത്തിലാണ് ഞാൻ നിങ്ങളുമൊക്കെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. ഇവിടെ എത്തിച്ചേർന്ന പ്രിയങ്കരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ ആദ്യമായി ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിന് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. ആമുഖ ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ പോലുള്ള ഒരു വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള BR അംബേദ്കർ നൂറ്റാണ്ടുകളോളം ഒരു സമൂഹത്തെയും തലമുറയെയുമൊക്കെ അഭിമുഖീകരിച്ചു പോന്ന, അവർക്ക് അതിജയിക്കേണ്ടി വന്ന വർണ്ണാശ്രമ സമ്പ്രദായത്തിൻ്റെയും മനുഷ്യത്വ വിരുദ്ധവും മാനവിക വിരുദ്ധവുമായിട്ടുള്ള ജാതി വിവേചനങ്ങൾക്കുമെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടമെന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഇന്നും നിലനിൽപ്പ് തേടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജനതകൾക്കുമുള്ള പ്രചോദനവും അതുപോലെ തന്നെ അവരുടെ ആവേശവുമായി നിലകൊള്ളുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും വലിയ അർത്ഥത്തിൽ രാജ്യത്ത് അധിവസിച്ചു കൊണ്ടിരിക്കുന്ന പിന്നോക്കാവർണ സമൂഹങ്ങൾ അവഗണനകളും വേട്ടയാടലുകളും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനായ BR അംബേദ്കറുടെ ബാല്യകാലം കുരുത്തുവരുന്നത് വലിയ അർത്ഥത്തിലുള്ള അവഗണനകളിൽ നിന്നായിരുന്നുവെന്നുള്ളത് നമ്മുടെ സ്കൂളുകളിലെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വലിയ അർത്ഥത്തിൽ ഉഷ്ണം നിലനിൽക്കുന്ന ഒരു കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. 8, 9, 10 വയസ്സുള്ള ഒരു ചെറിയ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥ വലിയ അർത്ഥത്തിൽ ഉഷ്ണത്തിൻ്റെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കത്തി നിൽക്കുന്ന ഒരു വേനൽ ചുറ്റുപാടിൽ കുടിക്കാൻ തൻ്റെ മുന്നിൽ വെള്ളം നിൽക്കുമ്പോഴും അവിടെ സ്ഥാപിച്ചു വെച്ചിട്ടുള്ള തൻ്റെ വിദ്യാലയത്തിലെ കുടിവെള്ളത്തിൻ്റെ കൂജയിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യമെന്ന് പറയുന്നത് നമുക്കൊന്നും തന്നെ സങ്കല്പിക്കാൻ സാധിക്കാത്തതാണ്. പക്ഷേ അംബേദ്കറുടെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കൂജയിൽ നിന്ന് ഒരിറ്റ് വെള്ളം കുടിക്കാൻ അദ്ദേഹത്തിന് അവകാശം നിഷേധിക്കപ്പെട്ട കാലം. ഒരുപാട് ഡെസ്കുകളും ബെഞ്ചുകളുമൊക്കെ സംവിധാനിച്ചു വച്ചിട്ടുള്ള തൻ്റെ കലാലയത്തിലെ ക്ലാസ് മുറിയിൽ
അവിടെ ഇരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നിട്ട് പോലും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചാക്ക് പിരിച്ചുകൊണ്ട് ക്ലാസിൻ്റെ ഒരു മൂലയിൽ ഇരിക്കേണ്ടി വന്നിട്ടുള്ള ഒരു കാലം. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാർത്ഥിയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള മാനസികമായിട്ടുള്ള ഉത്സാഹങ്ങളും കെടുത്തിക്കളയാൻ, വിദ്യാഭ്യാസപരമായ തൻ്റെ സ്വപ്നങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി, അതുപോലെ തന്നെ അദ്ദേഹത്തിന് സാമൂഹികമായിട്ടുള്ള അതിജീവനം സാധ്യമാകാത്ത വിധത്തിൽ അരികുവൽക്കരിക്കപ്പെടാനുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള അവഗണനകളും നിലനിൽക്കുമ്പോഴും BR അംബേദ്കർ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു സാമൂഹിക പരിഷ്കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ അവഗണനകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന് നേരെയുള്ള വിവേചനങ്ങളുമെല്ലാം ഒരു സമൂഹത്തെ അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഊർജമായി അദ്ദേഹം സ്വീകരിച്ചു എന്നുള്ളതാണ്. BR അംബേദ്കർ എന്ന് പറയുന്ന ആ പോരാളി ജനിക്കപ്പെടുന്നത് വർണ്ണാശ്രമത്വ സംവിധാനത്തിൻ്റെ പേരിലും അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ തൊട്ടുകൂടായ്മയുടെയും തീണ്ടുകൂടായ്മയുടെയും പേരിൽ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സാമൂഹിക സമ്പ്രദായം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസപരമായ കാലയളവിൽ ആട്ടിയകറ്റപ്പെട്ടിട്ടുള്ള അതുപോലെ തന്നെ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള വിവേചനങ്ങളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സാമൂഹിക പരിഷ്കർത്താവായി ഉയർന്നു വന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പോരാട്ടത്തിൻ്റെ ചരിത്രമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത് അദ്ദേഹം ഈ അർത്ഥത്തിൽ വിദ്യാഭ്യാസപരമായി സാമൂഹികപരമായി അവഗണനകളിൽ നിന്ന് അവഗണനകളിലേക്ക് എടുത്തെറിയപ്പെടുമ്പോഴും ഈ രാജ്യത്തെ കോടാനുകോടി വരുന്ന മനുഷ്യ സമൂഹത്തെ അവരുടെ അവകാശങ്ങളുടെ സംരക്ഷകരായി, ഈ രാജ്യത്തെ മർദ്ദിത ന്യൂനപക്ഷങ്ങളുടെ അവർണ ജനസമൂഹങ്ങളുടെ വിമോചനത്തിൻ്റെ ഒരു പ്രവാചകനായി ഈ രാജ്യത്തിന് മുന്നിൽ അവതരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ഈ രാജ്യത്തു നിന്ന് പുറത്തുപോയി വിദ്യാഭ്യാസം നേടി തിരിച്ചു വരുമ്പോഴും വിദ്യാഭ്യാസാനന്തരം അദ്ദേഹം വിവിധാർത്ഥത്തിൽ വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിലുമെല്ലാം അദ്ദേഹം ആദ്യമായി ജോലിക്ക് കയറിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോലും, ബറോഡയിലെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായി അദ്ദേഹം ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോലും, ആ സാമ്പത്തിക കാര്യാലയത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ സവർണനായ ക്ലർക്കിൽ നിന്ന് അതുപോലെ തന്നെ അവിടുത്തെ പ്യൂണിൽ നിന്ന് ഫയലുകൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന, ബറോഡയിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന ആ പരിസരത്തൊന്നും തന്നെ അദ്ദേഹം ഒരു താഴ്ന്ന ജാതിയിൽ ജനിച്ചു എന്നുള്ള കാരണത്താൽ താമസിക്കുവാനുള്ള സൗകര്യവും അതുപോലെ തന്നെ ഹോട്ടലുകളും നിഷേധിക്കപ്പെട്ട വിവേചനത്തിൻ്റെ ഒരു കാലം BR അംബേദ്കർ എന്ന് പറയുന്ന ഭരണഘടനാ ശില്പിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്. ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂവ്മെൻറ്റിൻ്റെ രൂപീകരണ കാലം തൊട്ടുകൊണ്ട് ഈ രാജ്യത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ നമ്മൾ ഒരു ആശയത്തിൽ ഊന്നിക്കൊണ്ടാണോ നമ്മൾ സംസാരിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് മുന്നോട്ട് വെച്ചപ്പോൾ ഞങ്ങളന്ന് പറഞ്ഞത്, ബാബാ സാഹിബ് അംബേദ്കർ മുന്നോട്ട് വെച്ച ഈ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയിൽ വളരെ ആസൂത്രിതമായി ആട്ടിപ്പുറത്താക്കപ്പെട്ടിട്ടുള്ള അവകാശ നിഷേധങ്ങൾക്ക് ഇരയാക്കപ്പെട്ടിട്ടുള്ള ഈ രാജ്യത്തെ ആദിവാസികൾക്ക് വേണ്ടി, പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടി, പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ രാജ്യത്ത് വിവിധങ്ങളായിടങ്ങളിൽ സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, ജാതി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ സാമൂഹിക ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പതിറ്റാണ്ടിനടുത്ത് ഞങ്ങളുടെ സാമൂഹിക രാഷ്ട്രീയമായ സംഘാടനം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ രാജ്യത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സർവകലാശാലകളിൽ, പൊതുകലാലയങ്ങളിൽ, രാജ്യത്തിൻ്റെ തെരുവുകളിൽ ഞങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി യുവജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ സമൂഹത്തിന് മുന്നിൽ ഇന്ന് നിലനിൽക്കുന്ന അമിതാധികാരത്തിൻ്റെ ഫാസിസത്തിൻ്റെ ദ്രംഷ്ടകളിൽ നിന്ന് ഈ രാജ്യം സ്വാതന്ത്ര്യം നേടണമെങ്കിൽ, ഈ രാജ്യം ജനാധിപത്യത്തിൻ്റെ പൂർണ്ണത കൈവരിക്കണമെങ്കിൽ, ഈ രാജ്യത്തെ ദളിതുകളും ഈ രാജ്യത്തെ മുസ്ലിങ്ങളും ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളും അതുപോലെ തന്നെ ഈ രാജ്യത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാമൂഹിക ന്യൂനപക്ഷ അവർണ വിഭാഗങ്ങൾ ഒരുമിച്ച് ചേരുകയും ആ അവർണ ജനവിഭാഗങ്ങൾ കൂടി അധികാരത്തിൻ്റെ പങ്കാളിത്തത്തിലേക്ക് വരികയും ആ അധികാര പങ്കാളിത്തത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്ര സംവിധാനത്തിനകത്ത് വളരെ അഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സാമൂഹിക സാഹചര്യം എന്ന് സംജാതമാകുന്നുവോ അന്ന് മാത്രമാണ് ഇന്ത്യ രാജ്യത്ത് എല്ലാ അർത്ഥത്തിലും ഒരു പൂർണ്ണമായ ജനാധിപത്യ രാജ്യമായി ഞങ്ങൾ അംഗീകരിക്കൂ എന്നുള്ളതാണ് ഈ രാജ്യത്തിന് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പ്രമേയമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ പതാകയിൽ
അതുപോലെ തന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ പ്രമേയങ്ങളിൽ നിങ്ങൾ കാണുന്ന നവജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. 5 ആണ്ടിലൊരിക്കൽ ഇവിടുത്തെ പോളിംഗ് ബൂത്തിലേക്ക് പോയി വോട്ട് ചെയ്യുന്ന, അങ്ങനെ ഇവിടെ പാർലമെൻറ്റിലേക്കും അതുപോലെ തന്നെ നിയമസഭയിലേക്കും പഞ്ചായത്തിലേക്കും ജനാധിപത്യ സംവിധാനത്തിൽ പങ്കാളികളായിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കേവലമായി മുന്നോട്ട് പോകുന്ന ആണ്ടിലൊരിക്കൽ വോട്ട് ചെയ്യുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ചല്ല ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറിച്ച് നവജനാധിപത്യം എന്ന് പറയുന്ന ഒരാശയത്തെ ഈ രാജ്യത്തിൻ്റെ മണ്ണിലേക്ക് അവതരിപ്പിക്കുകയും ആ നവജനാധിപത്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് കാലമായി ഇവിടുത്തെ സവർണ താല്പര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണികൾ, ഇവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയും സോഷ്യലിസ്റ്റ് പാർട്ടികളും ഉൾപ്പെടെയുള്ള ഇവിടുത്തെ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ ആരൊക്കെയാണ് അവഗണിക്കപ്പെട്ടത്, ആ അവഗണിക്കപ്പെട്ട മർദ്ദിത ജനസമൂഹത്തെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് അവരിവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ, ഇവിടുത്തെ സാമൂഹിക മേഖലയിൽ അവരുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അവരിവിടുത്തെ നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും കടന്നു വരികയും അങ്ങനെ കടന്നു വന്ന് നവീകരിക്കപ്പെട്ട ഒരു ജനാധിപത്യ സംവിധാനത്തെ അതൊരു നവജനാധിപത്യം എന്ന ആശയത്തിലൂടെ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് നിർവഹിക്കുന്ന ഈ ദൗത്യമെന്ന് പറയുന്നത് ഈ രാജ്യത്തെ രാഷ്ട്രീയ സവർണ തമ്പുരാക്കന്മാർ മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ സംവിധാനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ രാജ്യത്തെ ഹിന്ദുത്വ രാഷ്ട്രീയം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ മേലാളന്മാർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അസാധാരണമായ അനിതര സാധാരണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് എടുത്തെറിയപ്പെട്ടിട്ടുള്ള ഇന്ത്യ രാജ്യത്തിനകത്ത് ഇവിടുത്തെ രാഷ്ട്രീയ സവർണ താല്പര്യമുള്ള രാഷ്ട്രീയ തമ്പുരാക്കന്മാർ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത, അവരൊരിക്കലും കേൾക്കുകയും അതുപോലെ തന്നെ ഈ രാജ്യത്ത് പുലരാൻ അവർ ആഗ്രഹിക്കാതിരിക്കുന്ന അംബേദ്കറുടെ വായനകൾ, അതുപോലെ തന്നെ എഴുത്തുകൾ, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾ, അതെല്ലാം തന്നെ ഈ രാജ്യത്തിനകത്ത് വളരെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ബാബാ സാഹിബ് അംബേദ്കറിലൂടെ, അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മഹാനായ അയ്യങ്കാളിയിലൂടെ, അതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പനയുടെ മമ്പുറം തങ്ങളന്മാരിലൂടെ, അതുപോലെ തന്നെ വെളിയങ്കോട് മർക്കാദി ഉൾപ്പെടെയുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ ഈ രാജ്യത്ത് മാനവീയതയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ മനുഷ്യത്വത്തിന് വേണ്ടി വർണ്ണ വിവേചനങ്ങളില്ലാത്ത, ഭാഷാപരമായ വിവേചനങ്ങളില്ലാത്ത, വേഷത്തിൻ്റെ വിവേചനങ്ങളില്ലാത്ത, മതപരമായ വിവേചനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരാത്ത ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി അവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് മഹാനായ അംബേദ്കറുടെ ഓർമ്മകൾ ചർച്ചയ്ക്ക് വെക്കുന്നതിലൂടെ, ഇത്തരത്തിലുള്ള അനുസ്മരണ വാരാചരണങ്ങളിലൂടെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ദൗത്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് അംബേദ്കറുടെ ഓർമ്മകൾ എന്ന് പറയുന്നത് നമ്മുടെ വരാനിരിക്കുന്ന പോരാട്ടത്തിൻ്റെ നാളുകളുടെക്കുള്ള ഊർജമാണ്. അതുപോലെ തന്നെ ആ ഓർമ്മകൾ ഇവിടുത്തെ തലമുറകളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുന്നതിനു വേണ്ടി, അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഒരു ഹിന്ദുത്വ വ്യവസ്ഥയുള്ള, അതുപോലെ തന്നെ വർണ്ണാശ്രമത്തിൻ്റെയും മനുസ്മൃതിയുടെയും ഒക്കെ ആ ഒരു പുരാതന കാലത്തെ നമ്മളെ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ആ ഒരു ചരിത്രാതീത കാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്കെതിരെയുള്ള പോരാട്ടമാണ് ഈ അനുസ്മരണ ദിനമെന്ന് ഒരിക്കൽ കൂടി ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മഹത്തായ സദസ്സിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരണീയയായ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷയും അതുപോലെ തന്നെ എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ സമീമ ഷക്കീറിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാചകങ്ങൾ ഉപസംഹരിക്കുന്നു. ജയ് ഫ്രട്ടേണിറ്റി. വംശീയ ജനാധിപത്യത്തിനെതിരെ സാമൂഹ്യനീതിയുടെ കാവലാളാവുക എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റ് സംസ്ഥാനത്തിലുടനീളം അംബേദ്കർ ജയന്തി ഈ വർഷം ആഘോഷിക്കാൻ അല്ലെങ്കിൽ ആചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏറ്റവും സ്നേഹാദരണീയനായിട്ടുള്ള ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് VTS ഉമ്മർ തങ്ങൾ, അതുപോലെ ഈ വേദിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശ് കുമാർ സാർ, അതുപോലെ മറ്റ് പാർട്ടിയുടെയും ഫ്രറ്റേണിറ്റിയുടെയും ഒക്കെ പ്രിയം നിറഞ്ഞ സ്നേഹാദരണീയരായിട്ടുള്ള സഹപ്രവർത്തകർ, എവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. വംശീയ ജനാധിപത്യത്തിനെതിരെ സാമൂഹ്യനീതിയുടെ കാവലാളാവുക എന്ന മുദ്രാവാക്യത്തിൽ തന്നെ ആരായിരുന്നു അംബേദ്കർ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്.
ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള മുഴുവൻ വംശീയതകളെയും റദ്ദു ചെയ്തുകൊണ്ട് അതിനോടെല്ലാം വിസമ്മതം അറിയിച്ചുകൊണ്ട് നിർഭയമായി സാമൂഹിക നീതിക്കു വേണ്ടി ആധുനിക ഇന്ത്യയിൽ എഴുന്നേറ്റു നിന്ന ഏറ്റവും വലിയ സാമൂഹിക നീതിയുടെ കാവലാൾ ആരാണ് എന്ന ചോദ്യത്തിന് ഒരുത്തരം മാത്രമേ ഉള്ളൂ. ആ ഉത്തരമാണ് BR അംബേദ്കർ എന്ന് പറയുന്ന മഹാന്റെ നാമം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആധുനിക ഇന്ത്യയുടെ പിറവിയിൽ 1947 ശേഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ കാലഘട്ടത്തിലേക്ക് അടുക്കുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന അർത്ഥത്തിൽ മഹാത്മാഗാന്ധിയെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതോടൊപ്പം ആധുനിക ഇന്ത്യയുടെ പിറവിയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൽ മഹാത്മാഗാന്ധിയുടെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് കൊളോണിയലിസത്തിനെതിരെ, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ, അതിൽ നിന്ന് ഇന്ത്യയുടെ വിമോചനവും ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഇന്ത്യ രൂപീകൃതമാവുക എന്നുള്ളതായിരുന്നു. എന്നാൽ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ, കൊളോണിയലിസത്തിനെതിരെ നിലകൊള്ളുന്നതോടൊപ്പം തന്നെ ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി രൂപീകൃതമാകുന്നതോടൊപ്പം തന്നെ ഇന്ത്യയെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള വേരൂന്നി നിലനിൽക്കുന്ന സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ, അതിലേറ്റവും സുപ്രധാനമായ ചാതുർവർണ്ണ്യ വ്യവസ്ഥിതിക്കെതിരെ, സവർണവും വൈദികവുമായിട്ട് ഇന്ത്യയിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ ദേശീയതക്കെതിരെ, അതിൻ്റെ അപ്പുറത്ത് ഇന്ത്യയിൽ സാമൂഹിക നീതിയാണ് പുലരേണ്ടത്, കൊളോണിയലിസത്തെ അതിജീവിക്കുന്നതോടൊപ്പം അധിനിവേശം ഇല്ലാതാക്കുന്നതോടൊപ്പം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയം പുലരുന്നതോടൊപ്പം ആ ആശയത്തിൻ്റെ പുലർച്ച സാധ്യമാകേണ്ടത് സാമൂഹിക നീതിയിലൂടെയാണെന്നും സാമൂഹ്യ ജനാധിപത്യത്തിലൂടെയാണെന്നും വിളിച്ചു പറഞ്ഞ മഹാനായിരുന്നു BR അംബേദ്കർ. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അറിയപ്പെടുന്ന, ലോകത്തിലെ ഏറ്റവും ലിഖിതമാക്കപ്പെട്ട ഭരണഘടനയുള്ള ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പി എന്ന പദത്തിലേക്ക് ആ പോരാട്ടത്തിൻ്റെ വഴികളിലൂടെയാണ് അംബേദ്കർ എത്തിയതെന്ന് നമുക്ക് കാണാൻ കഴിയും. 1925 സംഘപരിവാർ RSS രൂപീകൃതമാകുമ്പോൾ തന്നെ അതിൻ്റെ ലക്ഷ്യം അത് പ്രത്യക്ഷമായി തന്നെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സവർക്കർ ഉൾപ്പെടെയുള്ള അവരുടെ മുൻഗാമികൾ അല്ലെങ്കിൽ അവരുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കൾ അവരുടെ പുസ്തകങ്ങളിലടക്കം നിർബന്ധമായിട്ടും പ്രഖ്യാപിതമായി മുദ്രാവാക്യമായി എഴുതി വെച്ചതാണ് ഭൂരിപക്ഷ ഹിന്ദുത്വതയുടെ രൂപീകരണം എന്ന് പറയുന്നത്. പൗരദേശീയതയെ വിസമ്മതിച്ചുകൊണ്ട്, പൗരദേശീയതയ്ക്കപ്പുറത്ത് ഈ രാജ്യത്ത് ജനിക്കുന്ന മനുഷ്യരെല്ലാം ഈ രാജ്യത്തിൻ്റെ ഭാഗമാവുകയും അങ്ങനെ അനേകം അടരുകൾ, അനേകം വ്യതിരിക്തതകൾ ചേർന്നുകൊണ്ട് ഒരു രാഷ്ട്രസങ്കല്പം രൂപീകരിക്കുക എന്നതിൻ്റെ അപ്പുറത്ത് ഇവിടുത്തെ വംശീയ ദേശീയ പദ്ധതികളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് സംഘപരിവാർ ഇതിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ജനാധിപത്യ ഇന്ത്യ എന്ന് പറയുമ്പോഴും ഇന്ത്യ സാംസ്കാരികമായി അതിനകത്ത് സവർണതയും വൈദികതയുടെയും അരികുപിടിച്ച് വളർന്ന ഒരു ദേശീയതയുടെ പിൻബലമുള്ളതുകൊണ്ട്, അങ്ങനെ ഒരു ചരിത്രപരതയുള്ളതുകൊണ്ടാണ് ഈ രാജ്യത്ത് ജാതീയത ഇന്നും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ജാതീയതയുടെ ചോദ്യങ്ങൾ ഇവിടുത്തെ കലാലയങ്ങളിലും തെരുവുകളിലും നിരന്തരം ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട്, ഇതിനെ ഭയപ്പെട്ടത് കൊണ്ട് തന്നെ, ഇതിൽ ഭയമുള്ളത് കൊണ്ട് തന്നെയായിരുന്നു അംബേദ്കർ സാമൂഹ്യ നീതിയെക്കുറിച്ച്, ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ തന്നെ സാഹോദര്യത്തെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ചും പ്രതിപാദിക്കണമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടുകൂടി ഭരണഘടനയുടെ പിറവിയിലേക്ക് അദ്ദേഹം ചുവടുവെക്കുന്നതും അദ്ദേഹത്തിൻ്റെ പദ്ധതികളെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതും. പക്ഷേ നിയമപരമായിട്ട് ഈ രാജ്യത്ത് നിയമസാധുതകളുള്ള സംവിധാനമൊക്കെയും ഉണ്ടായിട്ടും, സാമൂഹിക നീതിയുമായും എല്ലാം ബന്ധപ്പെട്ടും ഉണ്ടായിട്ട് പോലും ഇവിടെ സാംസ്കാരികമായ ഹിന്ദുത്വ ദേശീയതയുടെ അതിപ്രസരം അല്ലെങ്കിൽ അവരുടെ അപ്രമാദിത്വം നിലനിൽക്കുന്നത് കൊണ്ടാണ് നിതിൻ രാജിനെ പോലെയുള്ള, കെവിനെ പോലെയുള്ള, വിനായകനെ പോലെയുള്ള, രോഹിത് വെമുലയെ പോലെ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നിതിൻ രാജ് മെഡിക്കൽ BDS പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, കണ്ണൂരിൽ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി, അനേകം സ്വപ്നങ്ങളുമായിട്ട് ഒരു സമൂഹത്തിൻ്റെ, ചരിത്രപരമായി തന്നെ പുറംതള്ളപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയായിക്കൊണ്ട് ചരിത്രപരമായി, സാമൂഹികമായി, രാഷ്ട്രീയപരമായി, വിദ്യാഭ്യാസപരമായി കാലങ്ങളായി പാർശ്വവൽക്കരിക്കപ്പെടുകയും പുറംതള്ളപ്പെടുകയും ചെയ്ത, നിർബന്ധിതമായ മാർജിനലൈസേഷന് വിധേയമാക്കപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധി അത്തരത്തിൽ ഒരു ഉയർന്ന ഒരു മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ യാത്ര തന്നെ
നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എത്രമാത്രം ദുഷ്കരമായിട്ടുള്ള വഴികളിലൂടെ ആയിരിക്കും, എത്രമാത്രം പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും അതിജീവിച്ചു കൊണ്ടായിരിക്കും അങ്ങനെയൊരു അച്ചീവ്മെൻറ്റിലേക്ക് ഈ രാജ്യത്ത് ദളിത് സമൂഹങ്ങളിൽ നിന്ന്, ആദിവാസി ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ഒരു മനുഷ്യൻ, ഒരു വിദ്യാർത്ഥി എത്തിച്ചേരുന്നതും. അനേകം പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് എത്തിച്ചേർന്നിട്ട് നിർബന്ധിതമായിട്ടുള്ള തിരോധാനങ്ങൾക്കും നിർബന്ധിതമായിട്ടുള്ള ഇല്ലാതാക്കലിനും ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡറിനും സ്ഥാപനവൽകൃതമായിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള മരണങ്ങൾക്കും കൊലപാതകങ്ങൾക്കും നിരന്തരം തുടർച്ചയായിട്ട് ഈ രാജ്യത്ത് വിധേയമാക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് രൂഢമൂലമായിരിക്കുന്ന ജാതീയതയുടെ വംശീയതയുടെ വേരുകൾ എത്രമാത്രം ആഴ്ന്നിറങ്ങിയാണ്, എത്രമാത്രം വലിയ ആഴത്തിൽ ആഴ്ന്നിറങ്ങിയാണ് നിലകൊള്ളുന്നത്, എത്രമാത്രമാണ് അതിൻ്റെ സാംസ്കാരികമായിട്ടുള്ള പിൻബലം എന്ന് പറയുന്നത്, സാമൂഹികവും രാഷ്ട്രീയവും അധികാരപരമായി എത്രമാത്രം പിൻബലം അതിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് BR അംബേദ്കർ നിയമപരമായിട്ട് അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയ ബോധമുള്ള, അതിൻ്റെ അപ്പുറത്ത് ബൗദ്ധിക നിലവാരമുള്ള, ഇന്റലക്ച്വൽ ആയിട്ടുള്ള, സാമൂഹിക അവബോധമുള്ള, സാമൂഹ്യ നീതിയിൽ വേരൂന്നിയ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിലൂടെ മാത്രമേ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് ചരിത്രപരമായി പുറംതള്ളപ്പെട്ട മനുഷ്യർ ഒരേ പ്രതലത്തിൽ എത്തുമ്പോൾ മാത്രമേ ഈ രാജ്യത്ത് ജനാധിപത്യം പുലരുകയുള്ളൂ എന്ന് പറഞ്ഞത്. ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സാമൂഹ്യ നീതിയുടെ ഏറ്റവും ഒന്നാമത്തെയും ഏറ്റവും അവസാനത്തെയും ശത്രുവായിട്ട് അംബേദ്കർ പ്രഖ്യാപിക്കുന്നത് സംഘപരിവാറിനെയാണ്, ഹിന്ദുത്വയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ നിയമവാഴ്ചയിലൂടെ തന്നെ, ഭരണഘടനയിലൂടെ തന്നെ, നിയമപരമായി തന്നെ അത്തരത്തിൽ സാമൂഹ്യ നീതി അതിലധിഷ്ഠിതമായിട്ടുള്ള തുറവികൾ സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സംസ്ഥാപനത്തിന് വേണ്ടി അദ്ദേഹം അധ്വാനിച്ചിരുന്നത് എന്നുള്ളതാണ്. ഒരു ആധുനിക ദേശരാഷ്ട്ര സംവിധാനത്തിനകത്ത് ദേശരാഷ്ട്രങ്ങൾ പുലരുമ്പോൾ ഫിയർ ഓഫ് സ്മോൾ നമ്പർ എന്ന കോൺസെപ്റ്റിലാണ് നിലനിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ കോൺസെപ്റ്റിനകത്ത് പലതുകളായി, ചെറുതുകളായി ചിന്നിച്ചിതറി കിടക്കുന്നതിനോടുള്ള ഭയമാണെന്നും ആ ഭയത്തിലൂടെ അവരെ അപരവൽക്കരിച്ചുകൊണ്ട് പലതിനെയും എക്സസായി അധികമായി കണ്ടുകൊണ്ട് അതിനെ പുറം തള്ളിക്കൊണ്ടാണ് ഒരു വംശീയ ദേശ സംവിധാനം രൂപപ്പെടുന്നത്. അതൊരു ദേശ സംവിധാനമായി അല്ല വർത്തിക്കുക എന്നുള്ളതും അതൊരു പ്രവിശ്യ എന്നർത്ഥോണം, വംശീയമായിട്ടുള്ള ഒരു പ്രവിശ്യ എന്നോണമാണ് അത് വർത്തിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വംശീയ ദേശ പദ്ധതികൾക്കപ്പുറത്ത് വംശീയ ദേശീയതയെ മറികടന്നുകൊണ്ട് അതിൻ്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് പൗരദേശീയതയെ സ്ഥാപിക്കണമെന്നും ആ പൗരദേശീയ സംസ്ഥാപിക്കപ്പെടണമെങ്കിൽ ഈ രാജ്യത്ത് സാമൂഹിക നീതി പുലരണമെന്നും സാമൂഹിക നീതി പുലരണമെങ്കിൽ അധികാര വിഭാഗങ്ങളിൽ നിന്ന്, സാമൂഹിക മേഖലകളിൽ നിന്ന്, സാമൂഹിക തുറവികളിൽ നിന്ന്, ഈ രാജ്യത്തിൻ്റെ അധികാര ഘടനകളിൽ നിന്ന്, വിദ്യാഭ്യാസ സാമ്പത്തിക തുറവികൾ സാധ്യമാക്കുന്ന അത്തരത്തിലുള്ള പ്രിവിലേജായിട്ട് എല്ലാ മേഖലകളിൽ നിന്നും കാലങ്ങളോളം ചരിത്രപരമായി പുറംതള്ളപ്പെട്ട മനുഷ്യർ നിർബന്ധിതമായി അധികാരപരമായി, രാഷ്ട്രീയപരമായി, ഭരണഘടനാപരമായി, നിയമപരമായി അവരോധിക്കപ്പെടുമ്പോൾ മാത്രമാണ് അത്തരത്തിലൊരു സാമൂഹിക നീതി പുലരുകയുള്ളൂ എന്ന് അംബേദ്കർ വിഭാവനം ചെയ്തതും അംബേദ്കർ സ്വപ്നം കണ്ടതും. അതിനെ മറികടക്കുന്ന രീതിയിലുള്ള സംഗതികളാണ് നിരന്തരം ഈ രാജ്യത്ത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടാം ഊഴവും പൂർത്തീകരിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് അധികാരത്തിന്റെ ഘടനകളിലൂടെ കടന്നു പോകുമ്പോൾ അംബേദ്കർ മുന്നോട്ട് വെച്ച് ഇതിനകത്ത് ഭരണഘടനയ്ക്കകത്ത് നിലനിൽക്കുന്ന മുഴുവൻ പഴുതുകളിലൂടെയും കടന്നുപോയിക്കൊണ്ട് ഭരണഘടനയെ ടാക്കിൾ ചെയ്യാൻ പാരലായിട്ട് കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ഏകീകൃതം എന്ന് തോന്നിപ്പിക്കപ്പെടുന്ന, യൂണിഫോമിറ്റി എന്ന് തോന്നിപ്പിക്കപ്പെടുന്ന സംവിധാനങ്ങൾ ഈ രാജ്യത്തെ ജനാധിപത്യത്തെ, സാമൂഹ്യ നീതിയെ അട്ടിമറിക്കുമെന്ന് എത്രമാത്രം ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അംബേദ്കർ മനസ്സിലാക്കിയതെന്ന് ഓർത്തു നോക്കൂ. ആ പാരലായിട്ടുള്ള സംവിധാനങ്ങളിലൂടെയാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന ഇന്ന് അട്ടിമറിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ രാജ്യത്ത് വ്യത്യസ്ത സമൂഹങ്ങൾക്ക്, വ്യത്യസ്ത സമുദായങ്ങൾക്ക്, ഓരോ പൗരനും വ്യതിരിക്തമായിട്ടുള്ള അവകാശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവരുടെ സാമുദായിക പരതയിൽ നിലനിൽക്കുന്ന അവകാശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ സാമുദായിക പരതയെ റദ്ദു ചെയ്തുകൊണ്ട്, സാമുദായിക പ്രാതിനിധ്യത്തെ റദ്ദു ചെയ്തുകൊണ്ട്, സംവരണത്തിന്റെ അടിസ്ഥാന തത്വത്തെ തന്നെ റദ്ദു ചെയ്തുകൊണ്ട് പാരലായി, ഭരണഘടനയ്ക്ക് പാരലായി കടന്നു വരുന്ന നിയമ സംവിധാനങ്ങൾ, യൂണിഫോം സിവിൽ കോഡ് ആണെങ്കിലും CA ആണെങ്കിലും അതുപോലെ ഈ രാജ്യത്ത് കൊണ്ടുവരുന്ന മുഴുവൻ നിയമ സംവിധാനങ്ങളും പാരലായിട്ട് പരിഷ്കരിക്കപ്പെട്ട, ഭേദഗതി ചെയ്യപ്പെട്ട മുഴുവൻ നിയമ സംവിധാനങ്ങളും പരിശോധിച്ചു നോക്കൂ. അത് മുത്തലാഖ് നിയമമാണെങ്കിലും വഖഫ് ഭേദഗതി നിയമമാണെങ്കിലും CA NRC യുമായി ബന്ധപ്പെട്ടുള്ള നിയമ ഭേദഗതികൾ
നടപടികളാണെങ്കിലും ഇത്തരത്തിൽ നടക്കുന്ന NIAക്ക് പരമാധികാരം നൽകുന്ന നിയമമാണെങ്കിലും വിദ്യാഭ്യാസ പരിഷ്കരണത്തിൽ എന്ന പേര് പറഞ്ഞുകൊണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, വിദ്യാഭ്യാസത്തിന്റെ പുതിയ പരിഷ്കരണ പദ്ധതി എന്ന് പേരിട്ടുകൊണ്ട് ഹിന്ദുത്വയെ സിലബസ് ആക്കുന്ന, സവർക്കറിനെയും ഗോൾവാക്കറിനെയും കുറിച്ച് മഹാന്മാരായി പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളിലൂടെ ചരിത്രമില്ലാത്ത ഹിന്ദുത, ഈ രാജ്യത്തിന് ഒരു കോൺട്രിബ്യൂഷനും നൽകാനില്ലാത്ത, അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളിലോ കൊളോണിയൽ വിരുദ്ധ പോരാട്ടങ്ങളിലോ രാജ്യത്ത് ഒരു കോൺട്രിബ്യൂഷനും നൽകാത്ത, രാജ്യത്ത് ഒരു ചരിത്രവും അവകാശപ്പെടാനില്ലാത്ത ഹിന്ദുത്വയും സംഘപരിവാറിന്റെയും പ്രയോക്താക്കളെ, അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളെ, ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗാന്ധിജിയെ പോലും വെടിവെച്ചു കൊല്ലുന്നതിലേക്ക് നയിക്കുന്ന സന്ദർഭത്തെ സൃഷ്ടിച്ച ഗോൾവാക്കറെയും സവർക്കറെയും ഒക്കെ പാഠപുസ്തകങ്ങളിലൂടെ പഠിപ്പിക്കുന്ന NEP ഉൾപ്പെടെയുള്ള അതിൻ്റെ ആ NEPയിൽ അനേകം അപകട ചുഴികളുണ്ട്. ഇങ്ങനെ പാരലായിട്ട്, ഭരണഘടനയ്ക്ക് പാരലായിട്ട് നിയമ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് NIAക്ക് പരമാധികാരം നൽകിക്കൊണ്ട് യാതൊരുവിധ ജാമ്യവും നിഷേധിക്കപ്പെട്ടുകൊണ്ട് UAPA പോലെയുള്ള ട്രക്കോണിയൽ നിയമങ്ങൾ ചുമത്തിക്കൊണ്ട് UAPയുടെ കേസ് ഫയലുകളൊക്കെ എടുത്താൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന ആരാണ് ഇതിന് ഇരയാക്കപ്പെടുന്നത്. ഈ രാജ്യത്ത് എക്സസ് ആക്കപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും നിരന്തരമായി അപരവൽക്കരിക്കപ്പെടുകയും നിർബന്ധിതമായി പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന ജനവിഭാഗങ്ങൾ, മുസ്ലിം കമ്മ്യൂണിറ്റി, ആദിവാസി ജനവിഭാഗങ്ങൾ, ദളിത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ, ഈ ജനവിഭാഗങ്ങളാണ് ഇത്തരത്തിൽ കേസ് ഫയലുകളിലൊക്കെയും തന്നെ പേരിൽ ഇടം പിടിക്കുന്നത് എന്നുള്ളതാണ്. പുറന്തള്ളുവാനുള്ള ഫിയർ ഓഫ് സ്മോൾ നമ്പർ എന്ന് അംബേദ്കർ പറഞ്ഞു വെച്ച ആ ചെറുതുകളോടുള്ള ഭയത്തിൽ ഊറി നിന്നുകൊണ്ട് അതിനെ പുറന്തള്ളുവാൻ ഭരണഘടനയെ ടാക്കിൾ ചെയ്തുകൊണ്ട് ഭരണഘടനയ്ക്ക് പാരലായിക്കൊണ്ട് നിയമ ഭേദഗതികൾ കൊണ്ടുവന്നിട്ടാണ് സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഈ രാജ്യത്ത് ഇന്ത്യയുടെ ഭരണഘടനയെയും സാമൂഹ്യ നീതിയെയും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനവർ പറയുന്നത് ദേശീയത എന്നുള്ളതാണ്. ആ ദേശീയതയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പൗരദേശീയതയല്ല എന്നുള്ളതും അത് തികച്ചും വംശീയമായ ദേശീയതയാണ് എന്നുള്ളതുമാണ്. അത് ജനനം കൊണ്ട് ഹിന്ദു ആകുമ്പോൾ മാത്രം സാധ്യമാകുന്ന ഒരു ദേശീയതയാണെന്നുള്ളതാണ്. അവരുടെ അവകാശങ്ങളും അധികാരങ്ങളും പദവികളും ഒക്കെയും അത്തരം ജന്മങ്ങളിലൂടെ മാത്രം സാധ്യമാകുന്ന ഒന്നിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഇതിനെതിരെയാണ് നമ്മൾ സാഹോദര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ഈ രാജ്യത്ത് പലതരം കാരണങ്ങൾ കൊണ്ട്, ചരിത്രപരമോ അല്ലാത്തതോ ആയ കാരണങ്ങൾ കൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ കമ്മ്യൂണിറ്റികളെ, പലതരത്തിൽ പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങളെ സാഹോദര്യം, ഫ്രറ്റേണിറ്റി എന്ന നൂലിൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആമുഖത്തിൽ സൂചിപ്പിക്കുന്ന ആ ആപ്തവാക്യത്തെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിനെ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന ഒരു ചരടിൽ കോർത്തുകൊണ്ട് അധസ്ഥിത ജനവിഭാഗങ്ങളാകട്ടെ, മർദ്ദിത ജനവിഭാഗങ്ങളാകട്ടെ, നിർബന്ധമായ തിരോധാനങ്ങൾക്കും നിർബന്ധിതമായ തടവറകൾക്കും നിർബന്ധിതമായ വംശഹത്യകൾക്കും നിരന്തരം വിധേയമാക്കപ്പെടുന്ന ജനവിഭാഗങ്ങളാകട്ടെ, ഈ ജനവിഭാഗങ്ങളെ ഞങ്ങളുടെ സഹോദരന്മാരായി ഞങ്ങൾ ചേർത്ത് പിടിക്കും. അവരുടെ ശബ്ദങ്ങൾ ഞങ്ങളുടെ ശബ്ദങ്ങളായി ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും. അവരുടെ പിന്നിലല്ല ഇവിടുത്തെ സോക്കാൾഡ് ഇടതുപക്ഷം പറഞ്ഞു വെക്കുന്നത് പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് പറയൂ. നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കും. നിങ്ങൾ എന്ത് മുദ്രാവാക്യം വിളിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു തരുമെന്നാണ് കാലങ്ങളായി ഇവിടുത്തെ ഇടതുപക്ഷ സോക്കാൾഡ് പ്രബുദ്ധ ഹിന്ദുത്വ സാംസ്കാരികതയുടെ പേരിൽ നിലനിന്നുകൊണ്ട് ജീവിക്കുന്ന ഇവിടുത്തെ സോക്കാൾഡ് പുരോഗമന ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഇടതുപക്ഷത്തിന്റെ അപ്രമാദിത്വമുള്ള ക്യാമ്പസുകളിൽ അവർ അപരന്റെ ശബ്ദത്തെ സംഗീതം പോലെ ആസ്വദിക്കുമെന്ന് പറയുമ്പോൾ അംബേദ്കർ പറഞ്ഞു വെച്ച അപരവിരുദ്ധതയിൽ വേരൂന്നിക്കൊണ്ടാണ് ഈ ഇടതുപക്ഷ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ ക്യാമ്പസുകളിലും തെരുവുകളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് അധികാരമുള്ള മുഴുവൻ, അപ്രബാധിത്വമുള്ള മുഴുവൻ ഇടങ്ങളിലും അവരങ്ങനെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അംബേദ്കർ ദിനം ആചരിക്കുമ്പോൾ ഇടതുപക്ഷ സംഘടനകളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, അംബേദ്കർ പറഞ്ഞു വെച്ച ഈ വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യരെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയത്തിൽ, അവരുടെ മുദ്രാവാക്യങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൽ, അവരുടെ പിന്നിൽ അണിനിരക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ചേർന്നു നിൽക്കുന്നതിൽ നിങ്ങളുടെ ഫ്രറ്റേണിറ്റിയെ, നിങ്ങൾ മനസ്സിലാക്കുന്ന നീതിയെ നിങ്ങൾ ആ രീതിയിൽ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ള ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉൾക്കാഴ്ച നേടിയെടുക്കാനുള്ള സമയം കൂടിയാണ് ഇത്തരത്തിലുള്ള അംബേദ്കർ ദിനാചരണങ്ങൾ എന്ന് പറഞ്ഞു വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിരന്തരമായി നമ്മൾ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പോരാളികൾ എന്ന് പറയുന്നത്, നമ്മുടെ മുന്നേ നയിക്കുന്ന മനുഷ്യൻ. ഞങ്ങൾ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് പുതുതായി രൂപപ്പെട്ടു വന്ന് ഞങ്ങൾ പറയുകയാണ് സാമൂഹ്യ നീതി, ഞങ്ങൾ മാത്രമാണ് സാഹോദര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് എന്നതല്ല ഞങ്ങളുടെ മുദ്രാവാക്യം, അല്ലെങ്കിൽ എന്നതല്ല ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്ത് ഇതിന്റെ മുന്നേ കടന്നുപോയ ഇവിടുത്തെ രാജ്യത്തിന്റെ ചരിത്രപരതയെ മനസ്സിലാക്കി
മനസ്സിലാക്കിയ, ഈ രാജ്യത്തെ സാമൂഹ്യ നീതിയുടെ സാങ്കത്യത്തെ മനസ്സിലാക്കിയ, സാമൂഹ്യ നീതിയുടെയും സാമൂഹ്യ ജനാധിപത്യത്തിന്റെയും ആവശ്യകതയെ മനസ്സിലാക്കിയ അനേകം വരുന്ന വിപ്ലവ പോരാളികളുടെ പിന്മുറക്കാരാണ് ഞങ്ങളെന്നും, അത് ഭീമറാവു അംബേദ്കറിന്റെ പിന്മുറക്കാരാണ് ഞങ്ങളെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അതിനുശേഷം സഹോദരൻ അയ്യപ്പന്റെയും ശ്രീനാരായണ ഗുരുവിന്റെയും അതിന് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ഉൾപ്പെടെയുള്ള അനേകം പോരാളികളുടെ പിന്മുറക്കാരാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നിരന്തരമായിട്ടുള്ള പെർസിക്യൂഷൻസിനും നിരന്തരമായിട്ടുള്ള അരികുവൽക്കരണങ്ങൾക്കും പാർശ്വവൽക്കരണങ്ങൾക്കും പുറംതള്ളുകൾക്കും നിർബന്ധിതമായ തടവറകൾക്കും തിരോധാനങ്ങൾക്കും വിധേയമാക്കപ്പെടുന്ന മുഴുവൻ മനുഷ്യരോടും ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്ത് നിലനിൽക്കേണ്ട സാമൂഹ്യ നീതിക്ക് നിരന്തരം കാവൽ നിന്നുകൊണ്ട് തന്നെ സാഹോദര്യത്തിന്റെ നൂലിൽ, സാഹോദര്യത്തിന്റെ ചരടിൽ ഭീമറാവു അംബേദ്കർ ഉയർത്തിപ്പിടിച്ച നീൽ സലാം എന്ന് പറയുന്ന മുദ്രാവാക്യത്തെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ അംബേദ്കറിന്റെ ജന്മദിനമായ ഈ ഒരു അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പരിപാടി ഏറ്റവും ഔപചാരികമായി ഏറ്റവും സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും വിപ്ലവാഭിവാദ്യങ്ങൾ നേരുന്നു. അടുത്തതായി മുഖ്യ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി എഴുത്തുകാരനും അംബേദ്കറിസ്റ്റും അതുപോലെ തന്നെ ദി റൂട്ട്സ് മാഗസിൻ്റെ എഡിറ്ററുമായിട്ടുള്ള കെ സന്താസ് കുമാർ അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും ജയ് ഭീം. ഡോക്ടർ BR അംബേദ്കറുടെ 135ാമത് ജന്മദിനമാണ് ഇന്നലെ കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മലപ്പുറം ജില്ലാ ഫ്രറ്റേണിറ്റിയുടെ ഈ ഡോക്ടർ BR അംബേദ്കർ ജയന്തി സമ്മേളനത്തിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ സംഘടനാ സുഹൃത്തുക്കൾക്ക് നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ VTS ഉമ്മർ തങ്ങൾ, അതേപോലെ തന്നെ ഈ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഷമീമ സക്കീർ, സ്വാഗതം ആശംസിച്ച അമീർ യാസിൻ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമുക്കറിയാം ഡോക്ടർ BR അംബേദ്കറിൻ്റെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇന്ത്യക്കകത്ത് നമ്മൾ നോക്കിയാൽ ഇന്ത്യയുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, ഇന്ത്യ ഒരു ആഭ്യന്തര സംഘർഷങ്ങളുടെയും പ്രതിസന്ധികളുടെ ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ഒരു പേരാണ് ഡോക്ടർ BR അംബേദ്കർ എന്നുള്ളത്. നമുക്കറിയാം 2014 ഇന്ത്യയിൽ RSS നിയന്ത്രിക്കുന്ന ഒരു ഹിന്ദുത്വ ഫാസിസ്റ്റ് ഭരണകൂടം അധികാരത്തിൽ കയറുകയും ഇന്ത്യയിലെ ഭൂരിപക്ഷ ജനതകളെ, ദലിതരും മുസ്ലിങ്ങളും പിന്നോക്കക്കാരൊക്കെ ആയിട്ടുള്ള മനുഷ്യർക്കെതിരെ വലിയ അതിക്രമങ്ങൾ തുടരുകയും പ്രത്യേകിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ദലിതർക്കെതിരെയും അവരുടെ അവകാശങ്ങൾ ഹനിക്കുകയും അവരെ പൗരത്വത്തിൽ നിന്ന് റദ്ദ് ചെയ്യുകയും അവർക്ക് മനുഷ്യനായി പോലും ജീവിക്കാനുള്ള അവകാശമില്ലെന്നുള്ള തരത്തിൽ അവരുടെ സാമൂഹ്യ ജീവിതത്തിൽ നിന്നും രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നുമൊക്കെ പുറന്തള്ളുകയും ഇന്ത്യ വലിയ ആഭ്യന്തര സംഘർഷങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നൊരു പേരാണ് ഡോക്ടർ BR അംബേദ്കറിൻ്റെ. നമുക്കറിയാം NRCCയുടെ ഇപ്പം ആദ്യം തുടങ്ങുന്നത് ഈ പറയുന്ന ബീഫിൻ്റെ പേരിൽ, പശുവിൻ്റെ പേരിൽ, CAയുടെ പേരിൽ, NRCയുടെ പേരിൽ, SIRൻ്റെ പേരിൽ, ഇങ്ങനെ ഇന്ത്യക്കകത്ത് ഇന്ത്യയിലെ പൗരന്മാരുടെ അവകാശങ്ങളെ ഹനിക്കുകയും റദ്ദ് ചെയ്യുകയും കലാപങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നൊരു ഘട്ടത്തിൽ, കോൺസ്റ്റിറ്റ്യൂഷൻ അട്ടിമറിക്കുന്ന ഘട്ടത്തിൽ, ഇന്ത്യയിലെ ജനാധിപത്യ മൂല്യങ്ങളെ അട്ടിമറിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യക്കകത്ത് വലിയ പ്രക്ഷോഭങ്ങൾ, ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ ഇന്ത്യക്കകത്ത് രൂപപ്പെട്ട് വന്നിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ മുന്നേറ്റങ്ങൾ ഡൽഹിയിലും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലും ഈ പറയുന്ന കേരളത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും. അപ്പോഴൊക്കെ നമ്മളെപ്പോൾ
നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റ മനസ്സോടെ ഇന്ത്യയിലെ ഈ ജനാധിപത്യ സമൂഹം, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, ഇന്ത്യയിലെ ദളിതാദിവാസികൾ വിളിച്ച പേര് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നാണ്. എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ പേര്? ഇത് നമുക്കറിയാം, ഇന്ത്യയിൽ ഇപ്പം മഹാത്മാഗാന്ധി ആണെങ്കിലും നെഹ്റു ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവിടുത്തെ അതാത് സർക്കാരുകൾ അല്ലെ കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപ പമ്പ് ചെയ്തിട്ടാണ് ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ ഈ ഐക്കണുകളെ, ഈ നേതൃത്വങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിച്ചെടുത്തത്. പല പരിപാടികളിലൂടെയും സ്റ്റേഡിയവുമായും ഈ എയർപോർട്ടിന് പേരിട്ടും കോളേജുകളിലെ സെൻറ്ററുകളുമായിട്ടൊക്കെ. അങ്ങനെയുള്ള ഒരാളാണോ ഡോക്ടർ ബി ആർ അംബേദ്കർ? സ്റ്റേറ്റ് സ്പോൺസർ ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന ഒരാളാണോ ഡോക്ടർ ബി ആർ അല്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ പേര്? ഇന്ത്യൻ ജനാധിപത്യം ഒരു പ്രതിസന്ധി നേരിട്ടപ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ ഭാഷാ ന്യൂനപക്ഷങ്ങൾ ഒക്കെ തന്നെ, ഇന്ത്യയിലെ ആദിവാസികൾ, ദളിതരൊക്കെ ഉൾപ്പെടെയുള്ള മനുഷ്യർ അവർ വലിയ ജനാധിപത്യ പ്രതിസന്ധി നേരിട്ട സമയത്ത് വളരെ സ്വാഭാവികമായി ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ പേരാണ് ഉയർന്നു വന്നത്. ഇന്ത്യക്കകത്ത്, ഇന്ത്യയിലെ എല്ലാ പ്രക്ഷോഭങ്ങൾക്കകത്തും നമ്മൾ ഉയർത്തിപ്പിടിച്ചതെന്ന് പറഞ്ഞാൽ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ പേരാണ്. എന്തുകൊണ്ടാണ് നമ്മൾ മറ്റൊരു നേതാവിൻ്റെയും പേര്, നമ്മൾ ലാൽ സലാം എന്ന് വിളിച്ചു, ജയ് ഭീം എന്ന് വിളിച്ചു, നമ്മളെന്തുകൊണ്ടാണ് ഇന്ത്യയിലെ നമ്മളെന്തുകൊണ്ടാണ് ഗാന്ധിയെ എടുക്കാഞ്ഞ്? നമ്മളെന്തുകൊണ്ടാണ് നെഹ്റുവിനെ? നമ്മളിന്ന് ദൈനംദിനം നേരിടുന്ന നമ്മുടെ ജീവിത പ്രശ്നമുണ്ട്, നമ്മുടെ രാഷ്ട്രീയ പ്രശ്നമുണ്ട്, നമ്മുടെ സാമൂഹിക പ്രശ്നങ്ങളുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് വേറൊരു നേതാവിനെയും വേറൊരു മുദ്രാവാക്യവും നമ്മൾ എടുക്കാഞ്ഞത്? എൻ്റെ കാരണം എന്താണ്? ഒറ്റ മുദ്രയേ ഉള്ളൂ. ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രത്തിന് 100,000 ഭാഷകളും ഭാഷാന്യൂനപക്ഷങ്ങളും മതന്യൂനപക്ഷങ്ങളും ജാതികളും വർഗങ്ങളും വ്യത്യസ്തതകളായി നിലനിൽക്കുന്ന ഈ ഇന്ത്യ രാജ്യത്തിന് ഒരു ജനാധിപത്യ രാഷ്ട്രമായി അതിജീവിക്കാൻ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ആശയങ്ങൾക്ക് കഴിയൂ. തറപ്പിച്ച് പറയാം, ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ആദിവാസികളുടെയും ദളിതരുടെയും നേതാവല്ല. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ ആരാണ്? അദ്ദേഹം അൺടച്ചബിളാണ്, അദ്ദേഹം ഒരു ദളിതനാണ്. അദ്ദേഹം ആരുടെ നേതാവാണ്? ആദിവാസികളുടെയും ദളിതരുടെയും നേതാവാണ്. അല്ല, ഈ മനസ്സിലാക്കൽ തന്നെയാണ് നമ്മുടെ ഗുരുതരമായ പ്രശ്നം കിടക്കുന്നത്. നോക്കൂ, നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദേശരാഷ്ട്രം രൂപപ്പെടുന്ന ഘട്ടത്തിൽ ഏതാണ്ട് 554ഓളം ചെറു രാഷ്ട്രങ്ങൾ, രാജഭരണത്തിന് കീഴിലുള്ള രാഷ്ട്രങ്ങൾ, 100 കണക്കിനുള്ള ഭാഷാന്യൂനപക്ഷങ്ങൾ, വ്യത്യസ്ത സമൂഹങ്ങൾ, പരസ്പരം ഒരു ജനതയാണെന്ന് പോലും തോന്നാത്ത തരത്തിലുള്ള സാമൂഹ്യ വിഭാഗങ്ങൾ, ഇവരൊക്കെ ഒരു ജനതയായി ചേർത്ത് നിർത്തുന്ന കാര്യമെന്ത്? ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയത്തെ ചേർത്ത് പിടിക്കുന്ന ഘടകം എന്താണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ, അത് നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇപ്പം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ എന്തുകൊണ്ടാണ് ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ, ഞാൻ ഉദ്ദേശിക്കുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കേവലം അതിക്രമം മാത്രമല്ല, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഭരണഘടനാപരമായി തന്നെ നമ്മൾ ഈ രാജ്യത്തിൽ നിന്നും പുറന്തള്ളുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാ. നമ്മളെ ബീഫിൻ്റെ പേരിലും പശുവിൻ്റെ പേരിലും തല്ലിക്കൊല്ലുന്നത് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ വെള്ളമെടുത്ത് കുടിക്കുമ്പോൾ അവരെ തല്ലിക്കൊല്ലുന്നത് മാത്രമല്ല, നമ്മുടെ ജീവനോപാധികൾ തകർക്കുന്നത് മാത്രമല്ല, ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മളെ പൗരത്വത്തിൽ നിന്നും നമ്മളെ പുറന്തള്ളുന്നു. ഇതാ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസ്. നിങ്ങൾ ബീഹാറിൽ ഏതാണ്ട് 60 ലക്ഷത്തോളം മനുഷ്യർ SIR-ലൂടെ വോട്ടവകാശത്തിൽ നിന്ന് പുറത്തു പോയെന്ന് വാർത്ത കാണുന്നില്ലേ? ഏതാണ്ട് പശ്ചിമ ബംഗാളിലും 10-40 ലക്ഷം മുകളിൽ മനുഷ്യരിപ്പോൾ പുറത്തു പോയിട്ടുണ്ട്. ആസാമിൽ ഏതാണ്ട് 19 ലക്ഷം മനുഷ്യർ പുറത്തു പോയിട്ടുണ്ട്. ഈ പുറത്തുപോയ മനുഷ്യരൊക്കെ ആരാണ്? ഈ പുറത്തുപോയ മനുഷ്യരാരാണ്? ഇവർ പുറത്തു പോകുമ്പോൾ ഇവരെന്ത് മുദ്രാവാക്യമാണ് പറയുന്നത്? ഈ മനുഷ്യർ തങ്ങളുടെ പൗരത്വത്തെ തന്നെ, നമ്മൾ വളരെ സൂക്ഷ്മതയിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മളെ ഇന്ത്യയിലെ ആദിവാസികളും ദളിതരും
ഒരുപക്ഷെ അതിജീവിച്ചേക്കും. ജാതിയുടെ ഡിസ്ക്രിമിനേഷൻസൊക്കെ അവർ നേരിടുന്നു. പക്ഷേ ഇന്ത്യൻ ജനതയെന്നുള്ള നിലയിൽ, ഇന്ത്യയിൽ 25% വരുന്ന ഈ ജനത ഒരു ജനസമൂഹം എന്നുള്ള നിലയിൽ ചിലപ്പോൾ അതിജീവിച്ചേക്കും. പക്ഷേ ഇന്ത്യയിലെ ഒരു സാമൂഹ്യ വിഭാഗം എന്നുള്ള നിലയിൽ അതിജീവിക്കാൻ കഴിയാതെ പോകുന്ന കുറേ മനുഷ്യരുണ്ട്, മുസ്ലിങ്ങൾ മാത്രമല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ മനുഷ്യരൊക്കെ തന്നെ അവരുടെ പൗരത്വത്തിൽ നിന്നും ഭരണഘടനാപരമായ അവകാശത്തിൽ നിന്നൊക്കെ പുറത്തു പോകുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ BR അംബേദ്കറിനെ അവർ മുറുകെ പിടിക്കുന്നത്? ഇന്ത്യക്കകത്ത് ഒരു ജനാധിപത്യ രാഷ്ട്രമായി നിലനിൽക്കുമ്പോൾ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങൾക്കും മനുഷ്യർക്ക് അവരുടെ പൗരത്വത്തെ ഉറപ്പിക്കാനും അവരുടെ അവകാശങ്ങളെ ഉറപ്പിക്കാനും അവരുടെ സാമൂഹ്യ ജീവിതത്തെ ക്രമപ്പെടുത്തിയെടുക്കാനും അവർക്ക് മനുഷ്യനായി അന്തസ്സായി അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരേ ഒരു ആശയം എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം ഇന്ത്യയിലെ ഈ പറയുന്ന നൂറുകണക്കിനായിട്ടുള്ള മനുഷ്യർക്ക് അവരുടെ സാമൂഹ്യ പുറന്തള്ളലിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത അവകാശങ്ങൾ ഉറപ്പിച്ചതുകൊണ്ടാണ് ഇന്ത്യ ആഭ്യന്തര സംഘർഷങ്ങളില്ലാതെ, ഇന്ത്യ കലാപങ്ങളില്ലാതെ ഇന്ന് അതിജീവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ കാശ്മീരിലെ മനുഷ്യരും ഈ പഞ്ചാബിലെ മനുഷ്യരും ഈ മധ്യേന്ത്യയിലെ മനുഷ്യരും ഈ നോർത്ത് ഈസ്റ്റിലെ മനുഷ്യരും ഈ കേരളത്തിലെ മനുഷ്യരും സൗത്ത് ഇന്ത്യയിലെ മനുഷ്യരും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ? ഭാഷയിൽ, സംസ്കാരത്തിൽ, ആചാരവിശ്വാസത്തിൽ എവിടെങ്കിലും എന്തെങ്കിലും സാമ്യമുണ്ടോ? നിങ്ങൾ ലോകത്തെ ഏത് രാഷ്ട്രം വേണമെങ്കിലും നോക്കിക്കോ. ഒരു രാഷ്ട്രം എന്ന് പറയുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ 1-2 ജനതയെ വരുള്ളൂ. തദ്ദേശീയ ജനസമൂഹങ്ങളായിട്ടും ദേശീയ ജനതയായിട്ടുമൊക്കെ 2-3 ജനസമൂഹങ്ങളെ വരുള്ളൂ. അല്ലെങ്കിൽ 2-3 ഭാഷയായിരിക്കും വരിക, അല്ലെങ്കിൽ 2-3 കൾച്ചർ. നിങ്ങൾ ഏത് രാജ്യം വേണമെങ്കിലും എടുത്തോ, യൂറോപ്യൻ കൺട്രിയോ അറബ് കൺട്രികളോ അല്ലെങ്കിൽ ഈ പറയുന്ന ആഫ്രിക്കൻ കൺട്രീസോ ഏത് വേണമെങ്കിലും എടുത്തോ. എന്നിട്ട് തന്നെ ആ രാഷ്ട്രങ്ങൾക്കകത്ത് വലിയ രീതിയിലുള്ള സംഘർഷങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും നടക്കുന്നത്. ഇന്ത്യക്കകത്ത് ഇപ്പം നോർത്ത് ഈസ്റ്റിലെ മനുഷ്യർ അവർ ഇന്ത്യക്കാരാണെന്ന് പോലും വിശ്വസിക്കുന്നില്ല. ഈ നോർത്ത് ഈസ്റ്റിൽ പോയിട്ടുള്ള സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും, അവരൊരിക്കലും ഇന്ത്യക്കാരാണെന്ന് പോലും വിചാരിക്കുന്നില്ല. കാശ്മീരിലെ മനുഷ്യർ വേറെ തന്നെ ഒരു ഐഡൻറ്റിറ്റിയാണ്. മധ്യ ഇന്ത്യയിൽ വരുന്ന ആദിവാസികൾ അവർ വേറെ തന്നെ ഒരു ഐഡൻറ്റിറ്റിയാണ്. ഈ സൗത്ത് ഇന്ത്യയിലെ മനുഷ്യർ, ഇവരെയൊക്കെ ഈ കൂട്ടി യോജിപ്പിച്ച് നടത്തുന്ന പ്രത്യേക ഘടകം എന്താണ്? ഈ മനുഷ്യരെ ഒരു ജനത എന്ന നിലയിൽ, ഒരു രാഷ്ട്രത്തിനകത്തൊരു ജനത എന്നുള്ള നിലയിൽ ചേർത്ത് നിർത്തുന്ന ഘടകം എന്താ? നീ ഒന്നും വേണ്ട, ആദിവാസികളും ദലിതരും തന്നെ എടുത്തോ. ഈ ആദിവാസികളും ദലിതരും തമ്മിൽ എന്തെങ്കിലും ഒരു ജനസമൂഹം എന്നുള്ള നിലയിൽ എന്തെങ്കിലും സാമ്യതയുണ്ടോ? എവിടെയെങ്കിലും എന്തെങ്കിലും സാമ്യതയുണ്ടോ? ഏറ്റവും കൂടുതൽ ദലിതർ താമസിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് പഞ്ചാബാണ്. പഞ്ചാബിൻ്റെ 3/4 ആളുകൾ ദലിതരാണ്. പൊതുവേ നമ്മൾ ഈ ദലിതന്മാരെ കുറിച്ചൊരു ധാരണ ഉണ്ടല്ലോ, കറുത്ത മനുഷ്യരാണ്, വലിയ പൈസയൊന്നും ഇല്ലാത്ത കറുത്ത മനുഷ്യരാണ് ദലിതരെന്നാണല്ലോ നമ്മുടെ ഒരു പൊതുബോധം. പഞ്ചാബിൻ്റെ 3/4 ജനത SC ആണ്. ഈ കാശ്മീരിലെ മുസ്ലിങ്ങളില്ലേ, അതിൻ്റെ വലിയ ശതമാനം ട്രൈബ്സാണ്. നമ്മളീ പറയുന്ന നോർത്ത് ഈസ്റ്റ് മുഴുവൻ ആദിവാസികളാണ്. ഈ മനുഷ്യന്മാർ തമ്മിൽ ഭാഷയിലോ സംസ്കാരത്തിലോ ആചാരത്തിലോ എന്തെങ്കിലും സാമ്യതയുണ്ടോ? ഈ മനുഷ്യരെ പിന്നെ ഒരു ജനതയായി ഞങ്ങൾ ദലിതരാണ്, ഞങ്ങൾ ആദിവാസികളാണെന്ന് ചേർത്ത് നിർത്തുന്ന ഘടകം എന്താ? ഞങ്ങൾ മതന്യൂനപക്ഷങ്ങളാണെന്ന് ചേർത്ത് നിർത്തുന്ന ഘടകം എന്താ? അവിടെയാണ് ഡോക്ടർ BR അംബേദ്കർ ദലിതരുടെ ആദിവാസികളുടെ നേതാവല്ല, അദ്ദേഹം ഒരു രാഷ്ട്രതന്ത്രജ്ഞനാണ് എന്നുള്ള, ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ ദാർശനികനാണ് എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇന്ത്യയെ ആഭ്യന്തര സംഘർഷങ്ങളില്ലാതെ 100,000 വൈവിധ്യങ്ങളുണ്ടായിട്ടും പിടിച്ചു നിർത്തുന്ന ഏക ഘടകം എന്ന് പറയുന്നത് അദ്ദേഹം വളരെ ദൂരെ കൂട്ടി കണ്ടുകൊണ്ട് വളരെ ദീർഘവീക്ഷണത്തോടെ ഇന്ത്യക്കകത്ത് വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങൾക്ക് ഉറപ്പിച്ചെടുത്ത, ഭരണഘടനാപരമായി ഉറപ്പിച്ചെടുത്ത അവകാശങ്ങളാണ്. ഇതില്ലായിരുന്നെങ്കിലോ? ഡോക്ടർ BR അംബേദ്കർ ഇപ്പം റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്ന സമയത്ത് മുസ്ലിങ്ങൾക്ക് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊടുക്കണമെന്ന് ജിന്ന ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്ന സമയത്ത് അംബേദ്കറിനോട് പറയുന്നുണ്ട്, ജിന്നയുടെ സെപ്പറേറ്റ് ഇലക്ടറേറ്റിനോട് നിങ്ങൾ യോജിക്കരുതെന്ന് പറയുന്നുണ്ട്. അംബേദ്കർ പറയുന്നുണ്ട്, ഞാൻ മുസ്ലിങ്ങൾക്കൊപ്പം നിൽക്കും, ജിന്നയെ ഞാൻ സപ്പോർട്ട് ചെയ്യും. ജിന്നയോടും പോയി ഗാന്ധി പറയുന്നുണ്ട്, ദലിതർക്ക് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുതെന്ന്. ജിന്ന പറയുന്നുണ്ട്, ഞാൻ
അംബേദ്കറിൻ്റെ കൂടെ നിൽക്കും സെപ്പറേറ്റ് ഇലക്ടറേറ്റിന് വേണ്ടി. എന്തിനു വേണ്ടിയാണ്? ഈ ജനതയ്ക്ക് ജനതയായി ഉറപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി, അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള അവകാശത്തെ ഉറപ്പിച്ചെടുക്കാൻ. നമ്മളിന്ന് നോക്കിക്കുക, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഉദാഹരണമായിട്ട് എടുത്തോ. നമ്മൾക്ക് നമ്മുടെ ഏത് ആചാരത്തെയും വിശ്വാസത്തെയും സംരക്ഷിക്കാൻ, നമുക്ക് സ്കൂൾ കോളേജുകൾ നടത്താൻ നമുക്ക് അവകാശം തരുന്നത് എന്താണ്? ആർട്ടിക്കിൾ 29 30 ആണ്. ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് ആചാരം നടത്താനും ഏത് തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസ പാരമ്പര്യത്തെ കൊണ്ടു നടക്കാനും നമുക്ക് ഉറപ്പ് തരുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണിത്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിളാണ്. മാത്രമല്ല, നിങ്ങൾക്ക് മതന്യൂനപക്ഷങ്ങൾ എന്നുള്ള നിലയിൽ സ്വന്തമായി സ്ഥാപനം നടത്താനുള്ള അവകാശങ്ങൾ തരുന്നത് ഈ ആർട്ടിക്കിൾ 30 ആണ്. ഇത് ആരാണ് ഈ വകുപ്പ് ഇതിനകത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ആരാണ് ഇതിനു വേണ്ടി അസംബ്ലിക്കകത്ത്, നമ്മുടെ നിയമനിർമ്മാണ സഭയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഈ ഹിന്ദുത്വ ശക്തികൾക്ക് വേണ്ടി എതിരായി ഫൈറ്റ് ചെയ്യുന്നൊരു മനുഷ്യൻ? എന്തുകൊണ്ടാണ് അദ്ദേഹം ഭരണഘടനാപരമായി, ഞാൻ പറയുന്നത് നമുക്ക് നമ്മളിന്ന് അനുഭവിക്കുന്ന മുഴുവൻ അവകാശങ്ങളും ഭരണഘടനാപരമായി ഉറപ്പിച്ചെടുത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഒരു ജനതയായി, നമ്മൾ ആദിവാസികളോ ദലിതരോ മുസ്ലിങ്ങളോ എന്നൊക്കെ നമുക്ക് ഉറക്കെ പറയാൻ പറ്റുന്ന തരത്തിൽ നമ്മളിന്ന് നട്ടല് നിവർന്ന് ഈ രാജ്യത്ത് നിൽക്കുന്നത് നമുക്ക് നമ്മുടെ അവകാശങ്ങളെ ഭരണഘടനാപരമായി ഉറപ്പിച്ചെടുത്തുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഉള്ളതുപോലെ നിങ്ങൾക്ക് എല്ലാ അവകാശങ്ങളുണ്ട്, നിങ്ങൾക്ക് എല്ലാ റൈറ്റും ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ വിട്ടിരുന്നെങ്കിൽ നമുക്കിന്ന് എന്താ സംഭവിക്കുക? നമ്മളെന്നെ കൊന്നൊടുക്കിയേനെ. നമ്മളിപ്പോൾ കൊല്ലാതെ നിർത്തിയിരിക്കുന്നത്, നമ്മൾ പൗരത്വത്തിൽ നിന്നും പുറത്തു പോകാതെ ഇപ്പം നിൽക്കിയിരിക്കുന്നത് നമ്മുടെ അവകാശങ്ങളെ നിയമപരമായി ഭരണഘടനാപരമായി അദ്ദേഹം ഉറപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. നമ്മുടെ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ ഏറ്റവും അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ഈ നിയമപരമായ പരിരക്ഷയ്ക്കപ്പുറം മനുഷ്യൻ്റെ അന്തസ്സിനെ, മൂല്യത്തിനെ ഇന്ത്യയിൽ ഉയർത്തിപ്പിടിച്ച ഡോക്ടർ BR അംബേദ്കറിനെ പോലൊരു മനുഷ്യനുണ്ടാവില്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ മൊത്തം എടുത്ത് നമ്മൾ അരിച്ചൂറ്റി എടുത്താൽ, അതിനെ ഒരൊറ്റ വാക്കിൽ കൊണ്ടുവന്നാലെന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ അന്തസ്സാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്തസ്സുള്ള മനുഷ്യരായി നിലനിൽക്കാൻ പറ്റുന്നത് നമ്മുടെ കർത്തൃത്വത്തെ അംഗീകരിച്ചെടുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഏജൻസിയെ, നമ്മുടെ കർത്തൃത്വത്തെ, അതായത് നമ്മളൊരു ആദിവാസികളാണ്, നമ്മൾ ദലിതരാണ്, നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മൾ ഭാഷാന്യൂനപക്ഷങ്ങളാണ് എന്ന് പറയുന്ന ഞങ്ങളുടെ സാമൂഹ്യ വിഭാഗങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങളുണ്ടെന്നും ഞങ്ങളൊരു ജനതയാണെന്നുള്ള അത് അഭിമാനത്തോട് പറയാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ കർത്തൃത്വത്തെ ഉറപ്പിച്ചെടുക്കാൻ ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതൽ പൊരുതിയ മനുഷ്യൻ എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ. ആ അവകാശങ്ങളെ നിയമപരമായി ഉറപ്പിച്ചെടുക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് നമുക്കിന്ന് ഏതെങ്കിലും തരത്തിൽ അതിജീവിക്കാനായിട്ട് സാധിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എന്നേ ഈ രാജ്യത്ത് നിന്നും പുറന്തള്ളപ്പെട്ടുന്ന അഭയാർത്ഥികളായി മാറുന്ന മനുഷ്യരായി നമ്മൾ മാറിയനും. കാര്യം സ്വാഭാവികമായി നീതി കിട്ടുന്ന ഒരിടമായിരുന്നില്ല ഇന്ത്യ ഇപ്പോഴും. നിങ്ങളത് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം നോക്കിയിരുന്നാൽ മതി. ഈ ഇന്ത്യയിൽ ഭരണഘടനാപരമായിട്ടുള്ള അവകാശം, ഇപ്പം ഞാനൊരു ഈ കേരളത്തിലെ മുസ്ലിങ്ങളുടെ കാര്യം വെച്ചുകൊണ്ട് നിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ എടുക്കരുത്. വളരെ വ്യത്യസ്തമായ ജീവിത സാഹചര്യവും പിന്നെ രാഷ്ട്രീയ സാഹചര്യമൊക്കെയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കുള്ളത്. കാര്യം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഏതാണ്ട് 82% പിന്നോക്കക്കാരും ദലിതരും കൺവെർട്ടഡായ മനുഷ്യരാണ്. കേരളത്തിലുമുണ്ട്, പക്ഷേ കേരളത്തിൻ്റെ ഒരു സവിശേഷ കോണ്ടെക്സ്റ്റിൽ ആ ജനത ഒരു ജനതയായി മാറി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങളിപ്പം നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചേരിയിൽ താമസിക്കുന്ന മനുഷ്യരാരാ? ഏറ്റവും കൂടുതൽ പുറമ്പോക്കിൽ താമസിക്കുന്ന മനുഷ്യരാരാ? 2 ജനവിഭാഗത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഒന്ന് മുസ്ലിങ്ങളാണ്, മറ്റൊന്ന് ദലിതരാ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോളനികൾ, ഏറ്റവും വലിയ ചേരികൾ എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെയാണ് ഇന്ത്യയിൽ. ഞാൻ പറയണത് അതൊരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ക്രമത്തിൻ്റെ തുടർച്ചയിൽ സംഭവിച്ചു വന്നത്. ഞാൻ ഈ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ജനവിഭാഗങ്ങൾ, ഈ എന്താ പറയുക, സാമൂഹ്യമായിട്ട് ഏറ്റവും കൂടുതൽ പുറന്തള്ളപ്പെട്ട ഈ മനുഷ്യർക്ക് അവരുടെ അവകാശത്തെ ഉറപ്പിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിൽ നമുക്കിന്ന് നമ്മളുടെ മുന്നിലുള്ള ഏക പോംവഴി എന്ന് പറയുന്നത്
ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. ഡോക്ടർ ബി ആർ അംബേദ്കറും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളുമാണ്. ഇപ്പം നമ്മൾ ഇന്ത്യക്കകത്ത് നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളെ അടിച്ചമർത്തുന്ന, ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ അവിടെ ഏതെങ്കിലും ഒരു വിഭാഗം നിങ്ങൾ ആക്രമിക്കുകയുള്ളൂ, കുറേ പേരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഇപ്പം നമ്മൾ ഇന്ത്യക്കകത്ത് നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്താ വെച്ചാൽ, ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളാണെങ്കിലും അതിപിന്നോക്കരായ മനുഷ്യരാണെങ്കിലും ദലിതാദിവാസികളൊക്കെ നേരിടുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, അവർ സാമൂഹ്യമായിട്ട് മേൽക്കോയ്മ നിൽക്കുന്ന മനുഷ്യരുടെ അടിച്ചമർത്തൽ നേരിടുന്നുണ്ട്, സാമൂഹ്യ പുറന്തള്ളൽ നേരിടുന്നുണ്ട്, ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തൽ നേരിടുന്നുണ്ട്, സോഷ്യൽ ക്ലാസിൻ്റെ സമ്പത്തും പവറും കൈയടക്കി വെച്ചിരിക്കുന്ന മനുഷ്യരുടെ അടിച്ചമർത്തൽ നേരിടുന്നത്. നിങ്ങൾ ലോകത്ത് എവിടെ നോക്കിയിരുന്നാൽ ഈ 3 കാറ്റഗറിയെ കാണാൻ പറ്റുള്ളൂ. ഒന്ന് സാമൂഹ്യ മേൽക്കോയ്മ നേടിയ മനുഷ്യർ, 2 സ്റ്റേറ്റ് ഭരണകൂടം എന്ന് പറയുന്നത്, 3 അവിടുത്തെ ഒരു പവർ ക്ലാസ്. ഇവരാണ് നിങ്ങളെ എപ്പോഴും അവിടുത്തെ സമൂഹങ്ങളെ എപ്പോഴും, അല്ലെങ്കിൽ ഈ പറയുന്ന അധികാരത്തിൽ പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് അല്ലാത്ത മനുഷ്യരെ അടിച്ചമർത്തുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഉള്ള സവിശേഷ സാഹചര്യം എന്തായാലും ഈ 3 പേരും ഒരൊറ്റ വിഭാഗമാണ്. ഇന്ത്യയിൽ ആരാണ് സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് പറയാൻ പറ്റും, ഇന്ത്യയിലെ ഈ പറയുന്ന സവർണരും ഈ പറയുന്ന എലൈറ്റ് ക്ലാസ്സുമാണെന്നുള്ളത്. ഇന്ത്യയിൽ ആരാണ് സാമൂഹ്യമായിട്ട് അടിച്ചമർത്തൽ നടത്തുന്നത്? ഇതേ ജാതി വിഭാഗം തന്നെ. ഇന്ത്യയിലെ സോഷ്യൽ ക്ലാസ് ആരെന്ന് പറഞ്ഞാൽ ഇതേ ഭാവമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് നമുക്ക് അതിജീവിക്കാൻ കഴിയുന്ന, നമ്മളോട് പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗവും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ കേരളത്തിൽ, അതുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ആക്രമിക്കുന്നത് ആരാണ് നമുക്കറിയാൻ പറ്റില്ല. ഇപ്പം കേരളത്തിലെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാനൊരു ദിവസം TV കണ്ടുകൊണ്ടിരുന്ന സമയത്ത് TV ഭയങ്കര ഇസ്ലാമോഫോബിക്കായിട്ടുള്ള മുസ്ലിങ്ങളെ തെറി പറഞ്ഞുകൊണ്ടുള്ള ചർച്ചയിൽ കേൾക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് ഏതെങ്കിലും RSSകാരനോ സംഖ്യയാണെന്ന് കരുതിയിട്ട് വന്ന് നോക്കുന്ന സമയത്താണ്, ഞാനിങ്ങനെ കുളിച്ചിട്ട് ഇറങ്ങി വരുന്ന സമയത്താണ് അത് CPMൻ്റെ ഒരു നേതാവാണ്. അപ്പോൾ ഇത് നമുക്ക് സംഖ്യ ആര് സഖാവ് ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥ. കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഏറിയും കുറഞ്ഞും മുസ്ലിം വിരുദ്ധതയും അല്ലെങ്കിൽ ഈ ജാതിബോധവും കൊണ്ട് നടക്കുന്ന മനുഷ്യരാണ്. എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ഈ വളരെ ഇസ്ലാമോഫോബിക്കായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ജാതിബോധത്തിനകത്ത് ഇവർ കൊണ്ടുപോകുന്നത്? കാര്യം ഇവരെല്ലാം ഒരേ സാമൂഹ്യ വിഭാഗത്തിൻ്റെ തുടർച്ചയാണ്. അത് ഇടതായാലും വലതായിരുന്നാലും നീ നടുകഷ്ണമാണെങ്കിൽ ഇവരെല്ലാം തന്നെ ഒരു സാംസ്കാരിക ബോധത്തിൻ്റെ തുടർച്ചയിൽ സംഭവിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ അവർക്കൊരിക്കലും തങ്ങൾ ഞങ്ങൾ അധികാരപ്പെടുത്തിയിരിക്കുന്ന അധികാരം എന്തെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന പുറപ്പെട്ടു പോകുന്ന മനുഷ്യർ നേരിടുന്ന പ്രതിസന്ധി എന്തോന്ന് മനസ്സിലാവില്ല. ഇപ്പം നമുക്കറിയാം, ലീഗ് 22 MLA, എനിക്ക് തോന്നുന്നു 20-22 MLA സമയത്ത് അവർ ഒരു 5ാമതൊരു മന്ത്രിയെ ചോദിക്കുന്നത്. കേരളത്തിൻ്റെ ഒരു ഘടന അനുസരിച്ചിട്ട് ലീഗിന് 5 മന്ത്രിമാർക്ക് അവകാശമുണ്ട്. കാര്യം 2-3 MLA ഒരു മന്ത്രി വീതമുണ്ട്. ആ കണക്ക് നോക്കിയാൽ ലീഗിന് 5 മന്ത്രിമാർ ഈസിയായിട്ട് കൊടുക്കാം, നെഞ്ചാൽ 6 മന്ത്രിമാരെ കൊടുക്കാം. ഒരു MLA ഈ പറയുന്ന എത്രയോ കേരള കോൺഗ്രസ്സുകാർ 1-2 പേരുള്ള ഒരു മന്ത്രിയെ നടത്തുന്നു. വളരെ പെട്ടെന്ന് മുസ്ലിം ലീഗ് 5ാം മന്ത്രി വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വലിയ തീവ്രവാദമായി, ഭീകരവാദമായി, വലിയ പ്രശ്നമായി. ഇതെന്തുകൊണ്ടാണ്? അത് മൊത്തം ഞാൻ പറഞ്ഞത് ഏതെങ്കിലും കോൺഗ്രസ്സോ ഇടതുപക്ഷമോ മാത്രമല്ല, മൊത്തം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ഒരു വലിയ ചിന്തയിലേക്ക് വരിക. എനിക്ക് തോന്നുന്നു കേരളത്തിലെ 8-9 ലക്ഷം വരുന്ന ഈ ജമാഅത്തുകാർ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ സിനാരിയോക്കകത്ത് വളരെ വളരെ മൈക്രോ ന്യൂനപക്ഷമാണ്. 1 ലക്ഷം പേർക്ക് പോലും മെമ്പർഷിപ്പില്ല. ഞാൻ പലരും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ജമാഅത്തായിട്ടുള്ളവർ. 5000 പേര് വരും ഇല്ല അതിൻ്റെ അകത്ത് കേഡറുകാർ. കേരളത്തിൽ ഇനി എന്ത് സംഭവം ഉണ്ടായിരുന്നാലും അതിൻ്റെ മൊത്തം ഉത്തരവാദി എന്ന് പറയുന്നത് ജമാഅത്തുകാരായിട്ട് മാറിയിട്ടുണ്ട്. എന്താ അതിൻ്റെ റീസൺ? ഇതിൻ്റെ റീസൺ എന്താണ്? എന്തുകൊണ്ടാണ് BJPക്കാരനും CPMകാരനും CPIക്കാരനും ഇവരെല്ലാം ഇങ്ങനെ ഈ പറയുന്നതിൻ്റെ കാര്യം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ് ഈ മർദ്ദക രൂപങ്ങൾ, ഈ രാഷ്ട്രീയ രൂപങ്ങൾ എന്ന് പറയുന്നത് ഇതെല്ലാം സെയിം ഒന്നായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവർക്കിതൊരു പ്രശ്നമായി തോന്നത്തില്ല. നിങ്ങൾ നോക്കിക്കേ, ഈ പിണറായി വിജയൻ്റെ 2ാം മന്ത്രിസഭയിൽ 21 മന്ത്രിമാരിൽ 10 മന്ത്രിമാരും ഒരു ക്യാബിനറ്റ് റാങ്കും നായർ എന്ന് പറഞ്ഞ ഒറ്റ സമുദായമാണ്. 5ാം മന്ത്രിയെ ചോദിച്ചപ്പോൾ വലിയ പ്രശ്നമായെങ്കിൽ ഇത് പ്രശ്നമാവണ്ടേ? 28% ഉണ്ട് മുസ്ലിങ്ങൾ,
അവർക്ക് 5-ാം മന്ത്രി ചോദിച്ചപ്പോൾ വലിയ പ്രശ്നമായി. 11% ഉള്ളൂ നായന്മാർ. അവർക്ക് മന്ത്രിസഭയുടെ 50%. ഞാനിത് ജാതി പറയുന്നല്ല കേട്ടോ, ഇതിൻ്റെ നമ്മളെങ്ങനെയാണ് ഈ ഇന്ത്യ നിലനിൽക്കുന്നതെന്നുള്ളൊരു കാര്യം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. വിപ്ലവ പാർട്ടിയാണ്, പുരോഗമന പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. പക്ഷേ അവരിലെ 10 മന്ത്രിമാരും നായന്മാരാണെന്നുള്ളതല്ല ഇതിൻ്റെ പ്രശ്നം. ഏറ്റവും ഗുരുതര പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഏറ്റവും വലിയ വൻകിട എല്ലാ വലിയ വകുപ്പും, ധനകാര്യം, വ്യവസായം, റവന്യൂ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കൃഷി, വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, ഇത് ഒറ്റ സമുദായമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇങ്ങനെ? ഇതിൻ്റെ പകുതി കേരളത്തിൽ കലാപം ഉണ്ടാവും. നമ്മൾ അറിയാതെ പോയൊരു കാര്യമുണ്ടല്ലോ, കേരളത്തിൽ 16% SC. നമ്മൾ പലപ്പോഴും എല്ലാവരുടെയും ധാരണ 10% ഉള്ളതെന്നാണ്. 18% കേരളത്തിലെ ആദിവാസി ദലിതർ. ഏതാണ്ട് 9.8% SCയും 6% ദലിത് ക്രിസ്ത്യൻസും 1.5% ആദിവാസികളും. ഏതാണ്ട് 18% ഇതിൽ ഈ 16% വരുന്ന ദലിതർക്ക് ഒരു മന്ത്രിയില്ലായിരുന്നു ഈ മന്ത്രിസഭയിൽ. ഇതാരെങ്കിലും ദലിതർ തന്നെ, ദലിതർ സമുദായ നേതാക്കൾ തന്നെ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടില്ല. ഞാനീ പറഞ്ഞു വന്നു വെച്ചാൽ ഇന്ത്യയുടെ സാമൂഹ്യ ഘടന ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഇന്ത്യയുടെ രാഷ്ട്രീയ ഘടന ഇങ്ങനെയാണ് നിൽക്കുന്നത്. എന്നിട്ടും നമ്മൾ മനുഷ്യരായിട്ട് അതിജീവിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ്? നമ്മളൊരു ജനത എന്നുള്ള നിലയിൽ ആർജിച്ചെടുത്ത ഘടകങ്ങൾ കൊണ്ടാണ്. നമുക്ക് നമ്മുടെ അവകാശങ്ങളെ ഭരണഘടനാപരമായി ഉറപ്പിച്ചെടുക്കാൻ പറ്റിയത് കൊണ്ടാണ്. അതിന് ഏറ്റവും കൂടുതൽ നിന്നത്, അതിനുവേണ്ടി ഇന്ത്യക്കകത്ത് പണിയെടുത്ത മനുഷ്യൻ എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം കേവലം ഒരു ആദിവാസികളുടെയോ ദലിതരുടെയോ നേതാവല്ല. അദ്ദേഹം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും അധികാരത്തിൽ നിന്നും വിഭവങ്ങളിൽ നിന്നും സ്വത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടു പോയ മനുഷ്യരുടെ നേതാവാണെന്ന് മാത്രമല്ല, ഇന്ത്യയെ ആഭ്യന്തര കലാപങ്ങളില്ലാതെ, സംഘർഷങ്ങളില്ലാതെ നിലനിർത്തുന്ന, ഇന്ത്യ ഒരു ദേശരാഷ്ട്രമായി നിലനിർത്തുന്ന രാഷ്ട്രതന്ത്രജ്ഞനാണ് ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ സ്റ്റേറ്റിനെയും നമ്മുടെ ഈ സാമൂഹിക ജീവിതത്തെയൊക്കെ നമ്മൾ പ്രശ്നവൽക്കരിക്കുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റേറ്റ് ഭയങ്കര മർദ്ദക രൂപം തന്നെയാണ്, അത് കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മേൽക്കോയ്മയും നിലനിൽക്കുന്നുണ്ട്, അതും തർക്കമില്ല. പക്ഷേ ഇതിനെ പരിഹരിക്കാനായിട്ട് ഇന്ത്യക്കകത്തുള്ള കേരളത്തിലെ ഈ പിന്നോക്കക്കാരും മുസ്ലിങ്ങളും ദലിതരും ആദിവാസികളും അതിപിന്നോക്കരുമായ മനുഷ്യരുടെ കയ്യിൽ എന്താണ് അവർക്കുള്ളത് റെമഡി എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ എങ്ങനെയാണിത് പരിഹരിക്കുക? നമ്മൾ ജനാധിപത്യപരമായി ഇന്ന് ഒരുപാട് പ്രതിസന്ധി നേരിടുന്നുണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ ഉദ്ഘാടനം ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ അധ്യക്ഷ പ്രസംഗം സൂചിപ്പിച്ചതുപോലെ നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. പക്ഷേ ഇതിനെങ്ങനെ നമ്മൾ പരിഹരിക്കും? ഇത് സ്റ്റേറ്റ് തന്നെ പരിഹരിക്കുമോ? നമ്മൾ വളരെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ സ്റ്റേറ്റ് എപ്പോഴും മർദ്ദക രൂപത്തിൽ നിൽക്കുന്നത് നമ്മൾ സൊസൈറ്റിയിലുള്ള ആളുകൾ അടിച്ചമർത്തൽ സ്വഭാവമുള്ളതുകൊണ്ടാണ് നമ്മുടെ ഭരണകൂടവും അടിച്ചമർത്തൽ സ്വഭാവമുള്ളത്. അംബേദ്കറിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടുണ്ട്, സമൂഹം അതിൻ്റെ രൂപത്തിലും ഘടനയിലും ജനാധിപത്യപരമാണെങ്കിൽ മാത്രമേ ഒരു ജനാധിപത്യ സർക്കാർ ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സാമൂഹിക ജീവിതത്തിനകത്ത് നമുക്ക് അപരരായ മനുഷ്യരെ, നമുക്ക് കീഴ്ത്തട്ടിൽ നിൽക്കുന്ന എല്ലാ മനുഷ്യരെയും ഏകോദര സഹോദരങ്ങളായി കണ്ടാൽ മാത്രമാണ്, നമുക്കൊന്നിനെയും പുറന്തള്ളാതെ നമ്മൾ സഹോദര തുല്യരായിട്ട് കാണുകയും നമ്മൾക്കൊരു സഹോദരി ബോധം ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒരു ജനാധിപത്യ സർക്കാരിനെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കർ സാഹോദര്യമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന പേരും എനിക്ക് തോന്നുന്നു ഈ ഒരു രാഷ്ട്രീയമായുള്ള ബോധ്യത്തിൻ്റെ അകത്ത് തിരഞ്ഞെടുത്തതായിരിക്കണം. കാര്യം അംബേദ്കറിനെ സംബന്ധിച്ച് അംബേദ്കർ വളരെ കൃത്യമായി പറയുന്നൊരു കാര്യം, ഈ ഒരു ഭരണകൂടമല്ല, ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ഭരണകൂട രൂപമല്ല, മറിച്ച് അതൊരു സംയോജിത ജീവിത രീതിയാണ്. സംയോജിത രീതി എന്ന് പറഞ്ഞാൽ ഒരു സാഹോദര്യമുള്ള ജീവിതമാണ്
ജനാധിപത്യം എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യരെ നമുക്ക് സഹോദര തുല്യനായിട്ട് കാണാനും ഏകോദര സഹോദരങ്ങളെപ്പോലെ നമുക്ക് കാണാനും അവരോട് ജനാധിപത്യപരമായ രീതിയിൽ നമുക്ക് പെരുമാറാനും കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ സമൂഹം അടിസ്ഥാനപരമായി ജനാധിപത്യപരമാവുള്ളൂ. നമ്മുടെ സമൂഹം ജനാധിപത്യപരമായി രീതിയിൽ മാറിയെങ്കിൽ മാത്രമേ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ മുഴുവൻ സാമൂഹ്യ വിഭാഗങ്ങൾക്കും അവകാശങ്ങൾ ഉറപ്പിക്കാൻ കഴിയുന്ന, അവർക്ക് അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന, അവരുടെ പൗരാവകാശങ്ങളെയും ഭരണഘടനാപരമായ അവകാശങ്ങളെ ഉറപ്പിച്ചെടുക്കാൻ കഴിയുന്ന മനുഷ്യരായിട്ടും ജനതയായിട്ടും നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അതിന് നമ്മൾക്ക് ആദ്യം ചെയ്യേണ്ടുന്നത് നമ്മൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ സാഹോദര്യമുള്ള ഒരു സമൂഹത്തിനായി പ്രവർത്തിക്കുകയും ജീവിക്കുകയും ഏത് ജാതി ആയിക്കോട്ടെ, മതമായിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ, നമുക്ക് ഏകോദര സഹോദരങ്ങളെപ്പോലെ കഴിയാൻ കഴിയുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ രൂപപ്പെടുത്തി എടുത്താൽ മാത്രമായിരിക്കും നമുക്കൊരു ജനാധിപത്യത്തെ ഒരു യഥാർത്ഥ ട്രൂ ജനാധിപത്യത്തെ, ട്രൂ ഡെമോക്രസി എന്നൊക്കെ പറയുന്ന ഒരു യഥാർത്ഥ ജനാധിപത്യത്തെ നമുക്ക് ഇന്ത്യക്കകത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മാത്രമേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ഇന്ത്യയിലെ ദലിതർക്കും ഇന്ത്യയിലെ ആദിവാസികൾക്കും അന്തസ്സോടെയും അഭിമാനത്തോടെയും ജനാധിപത്യ അവകാശത്തോടെ ഇന്ത്യക്കകത്ത് ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിനായി നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്ന് ഫ്രട്ടേണിറ്റിയെ ആശംസിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി എന്നെ ഇതിന് വിളിച്ച ഫ്രട്ടേണിറ്റിയോടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തതായി നമ്മെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി മംഗലത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ഈ സാഹോദര്യ സംഗമത്തിൻ്റെ അധ്യക്ഷനും ഫ്രറ്റേണിറ്റി യൂത്ത് മൂവ്മെൻറ്റ് മലപ്പുറം ജില്ലാ പ്രസിഡൻറ്റുമായ VT ഉമർ തങ്ങൾ, ഈ സാഹോദര്യ സംഗമം ഉദ്ഘാടനം ചെയ്ത ഫ്രറ്റേണിറ്റിയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻറ്റ് ഷമീമ സക്കീർ, മുഖ്യ പ്രഭാഷണം നിർവഹിച്ച സന്തോഷ് കുമാർ, പ്രിയങ്കരനായ സന്തോഷ് കുമാർ, വേദിയിലിരിക്കുന്ന പാർട്ടിയുടെ മണ്ഡലം പ്രസിഡൻറ്റ് ഷാജഹാൻ നെല്ലേപ്പാട്ട്, പഞ്ചായത്ത് പ്രസിഡൻറ്റ് കമറുദ്ദീൻ എടപ്പാൾ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, നമ്മൾ അംബേദ്കറെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ 1920 മുതൽ 1960 വരെ, 1956 അദ്ദേഹം മരണപ്പെടുന്നത്, 1960 വരെ ഇന്ത്യൻ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ഒരു വെള്ളി നക്ഷത്രം പോലെ ജ്വലിച്ചു നിന്നിരുന്ന ഭീംറാവു അംബേദ്കർ എങ്ങനെയാണ് ഇരുട്ടിലേക്ക് മാറ്റി നിർത്തപ്പെട്ടത് എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. 1948 ജനുവരി 30 ബിർള ഹൗസിൻ്റെ പുൽത്തകിടിയിൽ വൈകുന്നേരം 5:15 നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ RSS, അതിനുശേഷം ഗാന്ധി ഘാതക പരിവേഷത്താൽ ഇന്ത്യയിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ട RSS എങ്ങനെയാണ് ഇന്ത്യയിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് വെളിച്ചത്തിലേക്ക് വന്നത്? RSS എങ്ങനെയാണ് വെളിച്ചത്തിലേക്ക് കടന്നു വന്നതും എങ്ങനെയാണ് അംബേദ്കർ ഇരുട്ടിലേക്ക് മാറ്റി നിർത്തപ്പെട്ടതും എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരം, അംബേദ്കറെ കുറിച്ച് ജനസംഘത്തിൻ്റെ നേതാവായിരുന്ന, RSSൻ്റെ നേതാവായിരുന്ന ദീൻ ദയാൽ ഉപാധ്യായ പറഞ്ഞൊരു വാക്കുണ്ട്. അംബേദ്കർ ഹിന്ദുമതത്തിൻ്റെ ചങ്കിൽ തറച്ച മുള്ളാണ് എന്നാണ് പറഞ്ഞത്. RSSൻ്റെ നേതാവ് ദീൻ ദയാൽ ഉപാധ്യായ അംബേദ്കറെ കുറിച്ച് നടത്തിയ പരാമർശം ഹിന്ദുമതത്തിൻ്റെ ചങ്കിൽ തറച്ച മുള്ളാണ് അംബേദ്കർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അംബേദ്കറുടെ
സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തേക്കുള്ള 1920കളിലെ പ്രവേശനം നിരീക്ഷിച്ചാൽ, ആ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് 1920കളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ ദേശീയ പ്രസ്ഥാനം ലാലാ ലജ്പത് റായിയുടെയും മദൻ മോഹൻ മാളവ്യയുടെയും ബാലഗംഗാധര തിലകന്റെയും എല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടുവരുന്ന ദേശീയ പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ഒരു സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് വേണം എന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല. ഇന്ത്യ ഒരു സമ്പൂർണ്ണ സ്വാതന്ത്ര്യ രാജ്യമാകണം എന്ന് 1920കളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നില്ല. ബാലഗംഗാധര തിലകന്റെയും ലാലാ ലജ്പത് റായിയുടെയും മദൻ മോഹൻ മാളവ്യയുടെയും നേതൃത്വത്തിലുള്ള അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആവശ്യം ഇന്ത്യ ഒരു ഹിന്ദു ഡൊമിനിയൻ രാജ്യമായിരിക്കണം എന്നതായിരുന്നു. അഥവാ ബ്രിട്ടീഷ് കോമൺവെൽത്തിന്റെ ഉള്ളിൽ ഒരു ഹിന്ദു രാജ്യമായിക്കൊണ്ട്, ഹിന്ദുക്കൾ ഭരിക്കുന്ന ഒരു രാജ്യമായിക്കൊണ്ട് നിലനിൽക്കണം എന്നതായിരുന്നു അവർ മുന്നോട്ട് വച്ചിരുന്ന ഒരാശയം. 1929ലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നത്. അതിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൊണ്ടെത്തിച്ചതിൽ ഭീംറാവു അംബേദ്കറിന് വലിയ പങ്കുണ്ട്. എന്താണ് ഭീംറാവു അംബേദ്കർ ചെയ്തത്? 1920കളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഹിന്ദു ഡൊമിനിയൻ എന്നൊരു രാഷ്ട്രസങ്കല്പത്തെ, അഥവാ സവർണ ശ്രുതികളിലും സ്മൃതികളിലും അധിഷ്ഠിതമായ ഹിന്ദുത്വ രാഷ്ട്രം എന്ന സങ്കല്പത്തെ ആ ഒരു ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ശ്രുതികളെയും സ്മൃതികളെയും കുറിച്ച് അഗാധമായ ജ്ഞാനമുള്ള ഡോക്ടർ BR അംബേദ്കർ അതിനെ കടന്നാക്രമിക്കുകയും അതിനെതിരെ ശക്തമായി മുന്നോട്ട് വരികയും ചെയ്തപ്പോൾ ആ ആശയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉപേക്ഷിക്കേണ്ടതായി വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ദീൻ ദയാൽ ഉപാധ്യായ പറഞ്ഞത്, ഹിന്ദുമതത്തിന്റെ ചങ്കിൽ തറച്ച മുള്ളാണ് അംബേദ്കർ എന്ന്. ഈ ചരിത്രത്തിലൂടെ കടന്നു വരുമ്പോഴാണ് അംബേദ്കർ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുക. എന്താണ് അംബേദ്കർ ഇന്ത്യക്ക് ചെയ്ത, അല്ലെങ്കിൽ ലോകത്തിന് ചെയ്ത സംഭാവന? ഇന്ത്യ ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയൊരു സംഭാവന അതാണ് ഭീംറാവു അംബേദ്കർ. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യക്കൊരു ഭരണഘടന വേണം എന്നൊരു ആശയം വന്നപ്പോൾ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നായകന്മാർ പോയത് അമേരിക്കയിലേക്കാണ്. അമേരിക്കയിലെ അവിടുത്തെ ഭരണഘടനാ വിദഗ്ധരെ പോയി സമീപിച്ചപ്പോൾ അമേരിക്കയിലെ ഭരണഘടനാ വിദഗ്ധർ ഇവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിന് ഞങ്ങളെ തേടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? നിങ്ങളുടെ രാജ്യത്ത് തന്നെ വിദഗ്ധനായ ഒരു ഭരണഘടനാ വിദഗ്ധനുണ്ടല്ലോ. ഞങ്ങൾ തന്നെ പല സംശയങ്ങളും അദ്ദേഹത്തിൽ നിന്നാണ് നിവർത്തിക്കുന്നത് എന്ന് അവർ പറയുകയുണ്ടായി. അവസാന ഘട്ടത്തിൽ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാകുന്ന ഒരു സമയത്തൊക്കെ അംബേദ്കറെ ഒഴിവാക്കാൻ വേണ്ടി നെഹ്റു കളിക്കുന്നുണ്ട്. ഈ ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ ഒരുപാട് കോൺഫ്ലിക്ട്സ് നടക്കുന്നുണ്ടെങ്കിലും, സംഘർഷങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും, ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് നെഹ്റു കാണുന്നത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ നെഹ്റുവിന്റെ അധ്യാപകനായിരുന്ന ബ്രിട്ടീഷ് ഭരണഘടനാ വിദഗ്ധനുമായിരുന്ന സർ ഐവർ ജെന്നിങ്സിനെയാണ് എന്ന് മഹാത്മാഗാന്ധി മനസ്സിലാക്കിയപ്പോൾ മഹാത്മാഗാന്ധി ചോദിക്കുന്നുണ്ട് നെഹ്റുവിനോട്, അംബേദ്കർ ഉള്ളപ്പോൾ പിന്നെ എന്തിന് ഐവർ ജെന്നിങ്സ് എന്ന് ചോദിക്കുന്നുണ്ട്. അഥവാ ഇന്ത്യയിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിന്ന് സൂചിപ്പിച്ചല്ലോ, എല്ലാ രംഗത്തു നിന്നും പരമാവധി അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്യുവാനുള്ള പരമാവധി ശ്രമം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം കൊണ്ട് മാത്രമാണ് ഇന്ത്യയിൽ നിന്നും അദ്ദേഹം ചർച്ച ചെയ്യപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ചെറിയ സംഗതിയല്ല. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. അദ്ദേഹം ഈ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നൊക്കെ ബിരുദം നേടി ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിലെ ഈ ദളിത് സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിൽ, ദളിതുകൾ അധിവസിക്കുന്ന ഒരു ഗ്രാമത്തിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അവിടുത്തെ ആളുകൾ വന്ന് വിളിക്കുന്നുണ്ട്, നിങ്ങൾ ആ ഗ്രാമം സന്ദർശിക്കണം.
ഞങ്ങളുടെ ആളുകളോട് നിങ്ങളൊന്ന് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം അവിടേക്ക് പോകുന്നുണ്ട്. പോകുമ്പോൾ ആദ്യം ട്രെയിനിൽ കയറി അവിടുന്ന് കുറച്ച് സഞ്ചരിക്കണം, എന്ന് കാൽനടയായി പോയാൽ മതി. ട്രെയിനിൽ സ്റ്റോപ്പ് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തോട് അവിടെ ഇരിക്കാൻ പറയുകയാണ് ഇവർ ചെയ്യുന്നത്. ഒരു കുതിര വണ്ടിയിൽ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങളെ നേതാവിനെ കുതിരവണ്ടിയിൽ ആ പ്രദേശത്തേക്ക് കൊണ്ടുപോകണമെന്ന് അവർക്കൊരാഗ്രഹം. അങ്ങനെ വളരെ അടുത്താണ്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വളരെ അടുത്താണ്. എങ്കിലും ഇവരുടെ ഒരു ആഗ്രഹം. മണിക്കൂറുകളോളം അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നു എന്നാണ് പറയുന്നത്. കാരണം കുതിരവണ്ടി കിട്ടുന്നില്ല. കുതിരവണ്ടി കിട്ടായല്ല, കുതിരവണ്ടി പുറത്തുണ്ട്. ഇദ്ദേഹത്തെ കയറ്റാൻ തയ്യാറാവുന്നില്ല. ജാതിയിൽ താഴ്ന്നവനെ ഇന്ത്യ രാജ്യത്ത് അന്ന് അംബേദ്കറെ പോലെ അത്രയും ബിരുദമുള്ള ജ്ഞാനമുള്ള ഒരു മനുഷ്യനില്ല. ഈ കുതിരവണ്ടി ഓടിക്കുന്നവരൊക്കെ നിരക്ഷരരായിരിക്കും. അതാണ് ജാതി, നിരക്ഷരരായിരിക്കും. പക്ഷെ ഇദ്ദേഹം ജാതിയിൽ താഴ്ന്നവനാണ് എന്നതുകൊണ്ട് കുതിരവണ്ടിയിൽ കയറ്റാൻ ആരും തയ്യാറാവുന്നില്ല. അവസാനം കുറെ സമയത്തിന് ശേഷം ഒരു കുതിരവണ്ടിക്കാരൻ വന്നു, അദ്ദേഹത്തെ കയറ്റി. അങ്ങനെ യാത്ര പോകുന്നതിലിടയ്ക്ക് ഒരു കലുങ്കിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരു കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. കാറിനെ വെട്ടിക്കുന്നതിന് വേണ്ടി കുതിരവണ്ടി ഒന്ന് അല്പം തെറ്റിയപ്പോൾ കുതിരവണ്ടി ഒന്നാകെ മറിഞ്ഞു വീണു. ഇദ്ദേഹത്തിന് സാരമായ പരിക്കേറ്റു അംബേദ്കർക്ക്. പിന്നീട് അംബേദ്കർ അന്വേഷിച്ചു എന്താണ് സംഭവിച്ചത് എന്ന്. അപ്പൊ കുതിരവണ്ടി ഓടിക്കാൻ അറിയുന്ന ആളല്ല അത് ഓടിച്ചിട്ടുള്ളത്. കുതിരവണ്ടി ഞാൻ തരാം, പക്ഷെ ആ ജാതിയിൽ താഴ്ന്നവനെ ഞാൻ ഇരുത്തി ഓടിക്കൂല, അത് നിങ്ങളാരെങ്കിലും ഓടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു കുതിരവണ്ടി കൊടുത്തതാണ്. വണ്ടി ഓടിക്കാൻ അറിയാത്ത അദ്ദേഹത്തിന്റെ ഒരു അനുയായി വണ്ടി ഓടിച്ചതാണ്. നോക്കണം, ഇന്ത്യ രാജ്യത്ത് തന്നെ അത്തരത്തിൽ ബിരുദമുള്ള ഒരു മനുഷ്യനന്നില്ല. എന്നിട്ട് പോലും ജാതി വർക്ക് ചെയ്തത് എത്ര ഭീകരമായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഇന്ത്യയിലെ സവർണ ഫാസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരു പേടി സ്വപ്നമാണ് അദ്ദേഹം എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, 1949 നവംബർ 26 ഇന്ത്യയുടെ ഭരണഘടന മേശപ്പുറത്ത് വെക്കുന്നു, കരട് കോപ്പി മേശപ്പുറത്ത് വെക്കുന്നു. ആ ഭരണഘടനയിൽ പറയുന്നത് ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും മനുഷ്യരാണ്. ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും മനുഷ്യരാണ്. അപ്പൊ അതുവരെ എല്ലാ മനുഷ്യരും മനുഷ്യരല്ല. ഇന്ത്യയിലെ മനുഷ്യരെ തട്ടുകളായി വിഭജിച്ചിരുന്ന ജാതി വരേണ്യ വർഗത്തിന് അത് പിടിച്ചില്ല. RSS എന്താ പറഞ്ഞത്? ആ ഭരണഘടനയെ കുറിച്ച് RSS എന്താ പറഞ്ഞത്? ജനുവരി 30 1949 ജനുവരി 30 RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ അവരെഴുതി, ഈ ഭരണഘടന ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, ഈ ഭരണഘടന ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. എന്തുകൊണ്ട് സ്വീകാര്യമല്ല എന്നും പറഞ്ഞു. ഭാരതീയ ഭരണഘടനാ മൂല്യങ്ങളൊന്നും തന്നെ ഈ ഭരണഘടനയിലില്ല. മനസ്സിലാവുന്നുണ്ടോ? ഭാരതീയ ഭരണഘടനാ മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അംബേദ്കർ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഒരു ഘട്ടത്തിൽ, പൊതുപ്രവർത്തനത്തിന്റെ ഒരു ഘട്ടത്തിൽ RSS ഈ പറയുന്ന ഭാരതീയ ഭരണഘടന എന്ന് പറയുന്ന മനുസ്മൃതി അദ്ദേഹം കത്തിച്ചുകൊണ്ടാണ്, ഇതാ ഈ ഞങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും മൂല കാരണം ഈ ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞുകൊണ്ട് 1927 ഡിസംബർ 25 മനുസ്മൃതി അഥവാ ഈ ഭാരതീയ ഭരണഘടന എന്ന് പറയുന്ന അതിന്റെ സംഭരണിക്ക് തന്നെ തീ കൊടുത്തുകൊണ്ടാണ് തന്റെ പ്രവർത്തനവുമായി അംബേദ്കർ മുന്നോട്ട് പോകുന്നത്. എന്നിട്ടാണ് ഈ ഭരണഘടനാ മൂല്യങ്ങളൊന്നും ഇതിലില്ല എന്ന് RSS പറയുന്നത്. ശേഷം പല തവണ RSS അംബേദ്കറെ കോലം കത്തിക്കുകയുണ്ടായി, ഈ ഭരണഘടനയ്ക്ക് തീ കൊടുക്കുകയുണ്ടായി. നോക്കണം, ആ RSS ആണ് ഇന്ത്യ രാജ്യം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. RSSനെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണഘടന അന്ന് 1949 ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറയുന്ന ഈ ഭരണഘടന പൊളിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഭരണഘടനയെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഭരണഘടനാ വിരുദ്ധമായ ഒട്ടനവധി നിയമങ്ങൾ രാജ്യത്ത് നിലവിൽ വന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രാജ്യം അതിഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ അംബേദ്കർ മുന്നോട്ട് വെച്ച ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള
ഒരു പോരാട്ടത്തിലൂടെ മാത്രമേ നമുക്ക് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധിയെ മറികടക്കുവാനും മുറിച്ചു കടക്കുവാനും കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും RSSനെതിരെയുള്ള അഥവാ ബ്രിട്ടനെതിരെ, കൊളോണിയൽ ബ്രിട്ടനെതിരെ എങ്ങനെയാണോ ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ജാതിയും മതവും വർണ്ണവും ഭാഷയും മറന്നുകൊണ്ട് ഒരു നൂലിൽ മഹാത്മാഗാന്ധി കോർത്തിണക്കിയത്, അതുപോലെ ഇന്ത്യയിലെ സവർണ ഫാസിസ്റ്റുകൾക്കെതിരെ ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും ജാതി മത വർഗ വർണ്ണ ഭാഷാ വ്യത്യാസമില്ലാതെ ഒന്നിച്ചു നിന്നുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞതുപോലെ തെരുവുകളിലേക്ക് ഇറങ്ങുക, തെരുവുകൾ നമ്മുടേത് കൂടിയാണ്, തെരുവുകൾ നിറഞ്ഞു നിൽക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാഹോദര്യ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വിപ്ലവാഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്, ജയ് വെൽഫെയർ പാർട്ടി. അടുത്തതായി കുറഞ്ഞ വാക്കുകളിൽ ആശംസാ സംസാരങ്ങളാണ്. നമ്മെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നിയോജക മണ്ഡലം പാർട്ടി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഷാജഹാൻ നെല്ലേപ്പാട്ടിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ മഹത്തായ വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ഫ്രട്ടേണിറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷമീമ സക്കീർ, അധ്യക്ഷൻ VTS ഉമർത്തങ്ങൾ, ഫ്രട്ടേണിറ്റി മലപ്പുറം ജില്ലാ പ്രസിഡന്റ്, ഇവിടെ വിഷയം വളരെ കൃത്യമായി അവതരിപ്പിച്ച ദ റൂട്ട്സ് മീഡിയ എഡിറ്റർ പ്രമുഖ അംബേദ്കറുമായിട്ടുള്ള KK സന്തോഷ് കുമാർ, വേദിയിലെ മറ്റ് പ്രമുഖ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, യഥാർത്ഥത്തിൽ ഇതൊരു ചെറിയ പരിപാടിയായിട്ട് അവതരിപ്പിക്കേണ്ട സംഗതിയല്ല. രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട, ഏറ്റവും കൂടുതൽ വായിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. നമ്മളൊന്നും പാരതന്ത്ര്യം അനുഭവിച്ചിട്ടില്ല. സ്വാതന്ത്ര്യത്തിൻ്റെ ഇല്ലായ്മ, സ്വാതന്ത്ര്യമില്ലായ്മ എന്താണെന്ന് നമ്മളത് പഠിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ ആ മധുര തട്ടിലേക്കാണ് പിറന്നു വീണത്. അതുകൊണ്ട് തന്നെ അത് ഇല്ലാത്തൊരു കാലത്ത് നമ്മൾ ജീവിക്കാത്തത് കൊണ്ട് തന്നെ ആ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളുടെ ചരിത്രം പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്തിൻ്റെ സുഖസൗകര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ നമ്മളിന്ന് അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യത്തിൻ്റെയും എല്ലാ തരത്തിലുള്ള അവകാശങ്ങളുടെയും കേന്ദ്ര ബിന്ദു യഥാർത്ഥത്തിൽ BR അംബേദ്കറാണ്. അദ്ദേഹം ഭരണഘടനയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് ശില്പിയായിട്ട് വന്നില്ലായിരുന്നുവെങ്കിൽ പല ജനവിഭാഗങ്ങളും ഇന്ന് ഈ രാജ്യത്ത് അസ്വാതന്ത്ര്യത്തിൻ്റെയും അവകാശമില്ലായ്മയുടെയും അടിമകളായി മാറുമായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹം കാര്യമായിട്ട് ശ്രദ്ധിക്കപ്പെടുകയോ നമ്മുടെ മുൻനിരയിലേക്ക് കടന്നു വരികയോ ചെയ്തില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങൾ മാത്രമല്ല അദ്ദേഹം ഓർമ്മിക്കപ്പെടേണ്ടത്. അംബേദ്കറുടെ ഒരു ജന്മദിനത്തിൽ മാത്രമായി ഓർമ്മിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമല്ല അദ്ദേഹം. നിരന്തരമായി, പ്രത്യേകിച്ചും ഈ സംഘപരിവാർ ഫാഷിസം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നിരന്തരമായി തെരുവുകളിൽ അദ്ദേഹം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിന് നമ്മൾ ഫ്രട്ടേണിറ്റിയെ പോലെയുള്ള, വെൽഫെയർ പാർട്ടിയെ പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. സമയം ഒരുപാട് വൈകി. എന്തായാലും ഇത്തരമൊരു സംരംഭത്തിന് നേതൃത്വം നൽകിയ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിന് വെൽഫെയർ പാർട്ടി തവനൂർ മണ്ഡലം കമ്മിറ്റിയുടെ എല്ലാ തരത്തിലുമുള്ള അഭിവാദ്യങ്ങൾ, ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് വെൽഫെയർ പാർട്ടി. അടുത്തതായി പാർട്ടി എടപ്പാൾ പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ആദരണീയനായ കമറുദ്ദീൻ സാഹിബ്. ബഹുമാനിയായ ഈ പരിപാടിയുടെ ഉദ്ഘാടക
ഷമീമ സക്കീർ, മുഖ്യ പ്രഭാഷണം നിർവഹിച്ച കെ സന്തോഷ് കുമാർ, മറ്റു വെൽഫെയർ പാർട്ടിയുടെയും ഫ്രട്ടേണിറ്റിയുടെയും നേതാക്കളെ, വംശീയ ജനാധിപത്യത്തിനെതിരെ സാമൂഹ്യനീതിയുടെ കാവലാളാവുക എന്ന തലക്കെട്ടിൽ അംബേദ്കറിൻ്റെ ജയന്തിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സാഹോദര്യ സംഗമത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ അംബേദ്കറിൻ്റെ ഈ ആശയങ്ങൾക്ക് ഈ കാലഘട്ടത്തിലുള്ള പ്രത്യേകതയും അതിൻ്റെ വളരെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഇവിടെ സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. നമ്മുടെ രാജ്യം വർഗീയമായും ഈ രാജ്യത്തെ വിഘടിപ്പിച്ചുകൊണ്ട് ഹിന്ദുത്വ ഫാഷിസ്റ്റ് ശക്തികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ അംബേദ്കറുടെ ആശയങ്ങൾ ഈ രാജ്യത്ത് പ്രചരിക്കേണ്ടതും അത് ഏറ്റെടുക്കേണ്ടതുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫ്രട്ടേണിറ്റി യൂത്ത് മൂവ്മെൻറ്റ് സംസ്ഥാന വ്യാപകമായി അംബേദ്കർ ജയന്തി ദിനത്തിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു കേവലം ഒരു ജയന്തിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെടേണ്ട ഒരു പരിപാടിയല്ല. നിരന്തരമായി അംബേദ്കറിൻ്റെ ആശയങ്ങളെ ജനസമൂഹത്തിൽ ചർച്ചക്കെടുക്കുകയും ഇത് തെരുവുകൾ സജീവമാവുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഫ്രട്ടേണിറ്റിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഈ പരിപാടിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഈ എടപ്പാൾ പഞ്ചായത്തിൽ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി ഫ്രട്ടേണിറ്റിയുടെ SGC മെമ്പർ ഹിലാൽ നൗഷാദ്. ഏറെ ആദരണീയനായിട്ടുള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷമീമ ടീച്ചർ, ഇവിടെ മുഖ്യപ്രഭാഷണം നടത്താനെത്തിയ ദി റൂട്ട്സ് മീഡിയയുടെ എഡിറ്ററായിട്ടുള്ള കെ സന്തോഷ് കുമാർ, ഫ്രട്ടേണിറ്റി ജില്ലാ പ്രസിഡന്റ് VTS ഉമർ തങ്ങൾ, മറ്റു സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ, നിങ്ങൾക്കേവർക്കും ഫ്രട്ടേണിറ്റിയുടെ ഊഷ്മളമായ വിപ്ലവാഭിവാദ്യങ്ങൾ. ഇന്നലെ ഏപ്രിൽ 14 അംബേദ്കർ ദിനമായിരുന്നു. അംബേദ്കർ ദിനത്തിന് കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം നടന്ന വ്യവസ്ഥാപിത കൊലപാതകം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയെ അപായപ്പെടുന്ന അല്ലെങ്കിൽ നിന്ദനാക്കുന്ന രീതിയിൽ അയാളെ പരിഹസിക്കുകയും അയാളെ ഒന്നുമില്ലാതാക്കുകയും ചെയ്യുന്ന രീതിയിൽ അവിടുത്തെ സ്റ്റാഫും അഡ്മിനിസ്ട്രേറ്റർ അംഗങ്ങളും ചെയ്തിരുന്നു. ഇവിടെയാണ് അംബേദ്കർ പൊളിറ്റിക്സ് കയറി വരുന്നത്. കുറേ കാലം മുമ്പ്, 10 വർഷം മുമ്പ് ഇതേ സമയത്തായിരുന്നു രോഹിത് വെമുലയും മരണപ്പെട്ടത്. അദ്ദേഹം പറയുന്നുണ്ട്, മൈ ബർത്ത് ഈസ് മൈ ആക്സിഡൻറ്റ്, എൻ്റെ ജനനമാണ് എൻ്റെ മിസ്റ്റേക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, അംബേദ്കർ ഇവിടെ സൂചിപ്പിച്ചത് ഒരുവൻ്റെ ഐഡൻറ്റിറ്റിയെ എങ്ങനെ ശിരസ് താഴ്ത്താതെ നെഞ്ചുയർത്തിക്കൊണ്ട് ഒരു സമൂഹത്തിന് മുമ്പിൽ നിലനിൽക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും പറയുന്നു, നിങ്ങൾ ഈ ആശയത്തെ കൈവിടാതെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് പോവുക. എന്നിട്ട് നാളെ സമൂഹത്തിന് മുന്നിൽ നേതൃത്വം വഹിച്ചുകൊണ്ട് ഈ ആശയത്തെ വിജയിപ്പിച്ചെടുക്കുക. ഏവർക്കും ഫ്രട്ടേണിറ്റിയുടെ
വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് ആശംസകൾ നേരുന്നു. ജയ് ഫ്രട്ടേണിറ്റി, ജയ് ഭീം. അടുത്തതായി ഈ സാഹോദര്യ സംഗമത്തിന് ഔപചാരികമായി സമാപനം കുറിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഷിബിലി മസറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാന്യനായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ, ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ജില്ലാ പ്രസിഡന്റ് ഉമ്മർ തങ്ങൾ, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ സഹപ്രവർത്തകരെ, പ്രിയം നിറഞ്ഞ നാട്ടുകാരെ, വളരെ കലുഷിതമായ, വളരെ അനീതി നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സാമൂഹിക ക്രമത്തിനകത്ത് അതിന് വിള്ളൽ സൃഷ്ടിച്ചുകൊണ്ട് നീതിയുടെയും സാമൂഹ്യനീതിയുടെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വർത്തമാനങ്ങൾ പറഞ്ഞ് അതിൻ്റെ ആശയങ്ങളെ ആ ഒരു സാമൂഹിക ക്രമത്തിലേക്ക് ഉൾച്ചേർത്തുകൊണ്ട് ഒരു നാടിനെ, രാജ്യത്തെ നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടി, ഒരു സമൂഹത്തെ നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടി വലിയ പ്രവർത്തനങ്ങൾ, വലിയ നിയമങ്ങൾ കൊണ്ടും മറ്റും കൊണ്ടും ഒക്കെയും ഈ നാട്ടിൽ നേതൃത്വം നൽകിയിട്ടുള്ള നമ്മുടെയൊക്കെയും നേതാവാണ് ബാബാ സാഹിബ് അംബേദ്കർ എന്ന് പറയുന്നത്. ആ നിലക്കുള്ള ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സാമൂഹിക ക്രമത്തിനകത്ത് നിലനിന്നുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ജാതീയ മൂല്യങ്ങളെ, ജാതീയമായിട്ടുള്ള അത്തരത്തിലുള്ള വിവേചനങ്ങൾക്കെതിരെ ഇനിയും നമ്മുടെ ഈ രാഷ്ട്രീയത്തിന്, ഈ സാഹോദര്യ രാഷ്ട്രീയത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ മുന്നോട്ട് പോക്ക് നീതിയിലധിഷ്ഠിതമായി, നീതിക്ക് വേണ്ടിയുള്ള ഒരു മുന്നോട്ട് പോക്കിൽ ബാബാ സാഹിബ് അംബേദ്കറെ, അവരുടെ രാഷ്ട്രീയത്തെ, അവരുടെ മുദ്രാവാക്യങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ടല്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്നുള്ളതാണ്. ആ നിലക്കുള്ള നമ്മുടെ ഒത്തുചേരലാണ് നമുക്കിനിയും നമ്മുടെ ഈ രാഷ്ട്രീയത്തിൽ നമുക്ക് ഈ സമൂഹത്തിനോട് പറയുവാനുള്ളതിനെ, നമ്മുടെ രാഷ്ട്രീയത്തിനെ കൃത്യപ്പെടുത്തുന്നിടത്ത് ബാബാ സാഹിബ് അംബേദ്കറിൻ്റെ ആശയങ്ങളെ, അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുള്ള ചിന്തകളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ അതിനെ വീണ്ടും പുനർനിർണയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പരിപാടിയിലൂടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി എനിക്കും നിങ്ങൾക്കും നൽകാൻ ആഗ്രഹിക്കുന്ന ആശയമെന്നുള്ളത്. ആ നിലക്ക് അതിനെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ, നമ്മുടെ കൂട്ടുകാർക്കിടയിൽ, നമ്മുടെ സുഹൃത്ത് വലയങ്ങളിൽ നമ്മളിൽ തന്നെയും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള, ഈ പരിപാടിയിൽ നമ്മോട് സംസാരിച്ചിട്ടുള്ള ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷമീമ സക്കീർ, അതോടൊപ്പം തന്നെ ദളിത് ആക്ടിവിസ്റ്റായിട്ടുള്ള സന്തോഷ് കുമാർ, അതോടൊപ്പം ആശംസകൾ അറിയിച്ച് സംസാരിച്ചിട്ടുള്ള ഇബ്രാഹിം കുട്ടി മംഗലം, അതുപോലെ തന്നെ ഇവിടെ മറ്റു ആശംസകൾ അറിയിച്ച് സംസാരിച്ചിട്ടുള്ള പാർട്ടിയുടെയും ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെയും നേതാക്കൾ എല്ലാവർക്കും, ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള, ഈ പരിപാടിയിൽ ശ്രവിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു. ജയ് ഫ്രട്ടേണിറ്റി. എല്ലാവർക്കും ചായ നമ്മൾ കരുതിയിട്ടുണ്ട്, അത് കുടിച്ചു വേണം പോവാൻ.